അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്, യാക്കൂബ് ഊരകം ആദ്യമായി വന്നു. മുഹമ്മദ്, അബ്ദുൽ ബാസിൽ, അബ്ദുൽ ജലീൽ, ഫൈസലി, ആബിദ് ബഗര, യാക്കൂബ് ഊരകം, യസർ അലി, ഫാസിൽ, ആബിദ് പകര, അബൂ ബിസി അലൈക്കുസ്സലാം, ചേലേമ്പ്ര മുസ്തഖ് അലൈഹിസ്സലാം, ഫൈസൽ സുഖമാണ്. നാനൂസ് ദുആ. ശബ്ദം ഒക്കെ ക്ലിയർ ആണല്ലോ അല്ലേ? ഉഷാദ്, ബാരി, ഉഷാദ്, അബ്ദുൽ ജലീൽ. എന്താണ് ഉസ്താദ് മുഖത്തൊരു സങ്കടം? മുഖത്തൊരു സങ്കടമുണ്ടോ? നമ്മൾ പിരിയാൻ പോവല്ലേ നാളെ, അതുകൊണ്ടുള്ള സങ്കടമായിരിക്കും. യഹിയ പിന്നെ ഇന്നൊരു യാത്ര നടത്തിയിരുന്നു, അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണം ഉണ്ടായിരിക്കും. ഷഹന സുബൈർ, ഞാനൂസ് ദിലു, മുസീഖുമിദ. ഇൻഷാ അല്ലാ ക്ലിയർ ആണ്. അബ്ദുൽ വാസിഫ്, താങ്ക് യു അബ്ദുൽ വാസിഫ്. അസ്സലാത്ത് കടലൂർ, ഇൻഷാ അല്ലാ ദുആയിലുണ്ടാവും. മുസ്തഫ യമാനി, വലൈക്കും അസ്സലാം. മുഹമ്മദ് സലാത്ത് കടലൂർ. പെട്ടെന്ന് മെസ്സേജ് ഇങ്ങനെ പോകുന്നതാണ്. ഹനീഫ ചെറുതാഴം, കുറേ കാലം കണ്ടിട്ട്, അപ്പോൾ 2 തവണ കിട്ടാൻ ചിലപ്പോൾ കാണും. ഖജ ഹുസൈൻ, 100 ആളുകൾ എത്തിയിട്ടുണ്ട്. സുഖമാണ്. അട്ടപ്പാടിയിൽ സുഖമാണോ ഖജ ഹുസൈൻ? ഭാരി വിക്കയം, തുടർന്നോളി. അല്ല, നമുക്ക് നാളത്തോടെ നിർത്തണമല്ലോ. അഭിലാഷ് ഖാദർ, ദുബായ്. പിരിയണം. മൻസൂർ വൈസി എത്തിയല്ല. ഉസ്താദിൻ്റെ പ്രസംഗം സ്ഥിരം കേൾക്കുന്ന ആളാണ്. മാഷാ അല്ലാ, ഒന്നുകൂടി കമൻ്റ് ഇട്ടത് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ വായിക്കാൻ പറ്റുന്നില്ല. ഹക്കീം ഭീമാപ്പള്ളി, ഹക്കീം സാഹിബ് ഗൾഫിലല്ലേ? ഭീമാപ്പള്ളി. സാദിഖ് സാദിഖ്, വലൈക്കും അസ്സലാം. 140 ആളായി. ഖാലിദ് നടപ്പള്ളി, യെസ്, സുഖമാണ്. ഹക്കീം അവിടെ സുഖമാണ്. ഉസ്മാൻ ഗുരുക്കൽ, ഇൻഷാ അല്ലാ ദുആയിലുണ്ടോ? മുഹമ്മദ് സി എം എ, നിയാസ് സി കെ. 160 ആളായി. നമുക്കൊരു എന്താ പറയുക, 500 ആളായ തുടങ്ങാം. അവസാന ദിവസത്തിൻ്റെ തലേ ദിവസമാണ് ഇന്ന് നമ്മൾ ഒന്നിച്ചു ചേരുന്നത്. അഭിലാഷ്, അതാ പുറത്ത് സ്ഥലമില്ലാത്തതുകൊണ്ട് ബാഡ്ജിൻ്റെ പിന്നിലിരുന്നതുള്ളൂ. ഇങ്ങനെ വരുമ്പോഴാണ് ലൈറ്റിൻ്റെ ഒരു ഫോക്കസ് ഇങ്ങനെയാണ്, അതുകൊണ്ടാണ്. അപ്പുറത്തൊന്നും പറ്റില്ല. 200 ആളുകളായി. റഹീം എത്തിയല്ലോ, ഹില്ലർ സാഹിബ് എത്തിയല്ലോ. 1 മിനിറ്റിനുള്ളിൽ എത്തും എല്ലാവരും. ഞാൻ കുറച്ചൊന്ന് നേരത്തെ ലൈവ് വന്ന് തോന്നുന്നുണ്ട്, ഞാൻ സമയം നോക്കിയില്ല. ബഷീർ പേരാമ്പ്ര, വിരാമത്തിൻ്റെ നാൾ വഴിയിൽ. അതെ, നമ്മൾ നാളെ ഹബീബായ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തോടുകൂടി അവസാനിപ്പിക്കുകയാണ്. ഉസ്മാൻ, ലോക്ക്ഡൗൺ തീരുന്നവരെ ബുദ്ധിമുട്ടാണ്. 200 ആൾ ഷെയർ ചെയ്താൽ എന്നും പറയുന്ന പോലെ പെട്ടെന്ന് ആളെത്തും.
ഇന്നലെ മാഷാ അല്ലാ നമ്മൾ ലൈവ് കഴിയുമ്പോഴത്തേനും കുറേ ആളുകൾക്ക് അത് എത്തിയെന്ന് മനസ്സിലായി. സാജിദ് പൂത, കുത്തുബി മുഹമ്മദ് ദുആയിലുണ്ടാവും. നമ്പർ തരുമോ? എന്തിനാണ് നമ്പർ? നമ്മൾ ദിവസം ഇവിടെ കാണുന്നില്ലേ? 250 ആളായി. ഇപ്പോൾ എന്തെങ്കിലും വിശേഷം നിങ്ങൾ പറ. ഇത് പരിപാടി തുടങ്ങി നിങ്ങൾ മെസ്സേജ് അയച്ചുമ്പോൾ കാണുമ്പോൾ ഒരു ഡിസ്റ്റർബൻസ് അല്ലേ അത്? ഇസ്മായിൽ ദേശമംഗൽ എത്തിയല്ലോ, പ്രഭാഷകനാണ്. 269 ആളായി. നിങ്ങളിപ്പോൾ ഷെയർ ചെയ്തിട്ടാണോ കാണുന്നത് എനിക്കറിയില്ല. എന്തായാലും ഇനി ഈ സമയത്ത് നമ്മൾ ബുദ്ധിമുട്ടിക്കില്ലല്ലോ. നാളെ ഈ ദിവസം കൂടി മാത്രം. ഷറഫുദ്ദീൻ മുഹമ്മദ്. കുറേ ആൾക്കാരെ നമുക്ക് ഫേസ്ബുക്കിൽ വല്ലപ്പോഴും കണ്ട പരിചയമായിരുന്നു. ഇപ്പോൾ ശരിക്കും പരിചയമായി. ചില പേരുകളൊക്കെ നമ്മൾ കൃത്യമായി ഓർക്കാൻ തുടങ്ങി. കാരണം നോട്ടിഫിക്കേഷൻസ് ഇങ്ങനെ വരികയാണ് ഷെയർ ചെയ്യുന്നതിൻ്റെ. അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ എല്ലാം ഷെയർ ചെയ്യുന്ന കുറേ ഹബീബിങ്ങളുണ്ട്. പ്രൗഡ് ഓഫ് യൂസ്. താങ്ക് യു. ഇന്നൊരു സന്തോഷ വാർത്തയും അതോടുകൂടി ഒരു ദുഃഖ വാർത്തയും നിങ്ങളെ അറിയിക്കാനുണ്ട്. സന്തോഷ വാർത്ത മദീനയുമായി ബന്ധപ്പെട്ട ഒരു ഗിഫ്റ്റിനെ കുറിച്ചാണ്. ഷറഫുദ്ദീൻ ബാപ്പ വന്നു അല്ലേ? യൂനുസൊക്കെ എപ്പോഴും ഷെയർ ചെയ്യുന്ന ആളാണ്. ഖാലിദ് സാഹിബ് അങ്ങനെ ഷെയർ ചെയ്യുന്ന കൂട്ടത്തിലാണ്. എല്ലാവരും അങ്ങനെ ഉണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് ചില ആൾക്കാരെ പ്രത്യേകം പരിചയമാകുന്നത് നിരന്തരം ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടായിരിക്കും. 300 ആളായിട്ടുണ്ട്. ഒരു മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്താൽ നമുക്ക് 400 ആളാവും. 300 ആളുകൾ ഒന്ന് ഷെയർ ചെയ്യുമോ? ചേലേമ്പ്ര മുസ്തഫ ഷെയർ ചെയ്തു. അല്ലാഹു ഖൈർ നൽകട്ടെ. ഹായ് ഹരികൃഷ്ണൻ നമ്പൂതിരി, വെൽക്കം. നമ്മുടെ പ്രിയപ്പെട്ട ഒരു സുഹൃത്താണ്. കോഴിക്കോട് ജില്ലയിലെ ചെങ്ങോട്ടുകാവ് ക്ഷേത്രത്തിലെ പൂജാരിയാണ് ഹരികൃഷ്ണൻ നമ്പൂതിരി. വളരെ സ്നേഹപ്പെട്ട ഒരാളാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്. അച്ഛനെയും അമ്മയൊക്കെ കണ്ടിട്ടുണ്ട്. നല്ല സുഹൃത്താണ്. അദ്ദേഹം ലൈനിലുണ്ട്. പ്രത്യേകിച്ച് പാണക്കാട് തങ്ങന്മാരെയും സമസ്തയുടെ പ്രവർത്തകന്മാരെയൊക്കെ വലിയ ഇഷ്ടപ്പെടുന്ന ആളാണ്. പ്രിയ ഉസ്താദ് ഹരികൃഷ്ണൻ നമ്പൂതിരി പറയുന്നത്. ക്ഷേത്രത്തിലെ ഒരു പൂജാരിയാണ്. അച്യുതൻ കേശവൻ ജാനകി നായകൻ കോപികാ ബല്ലവൻ രാമചന്ദ്രം ഭജേ. 1-ാം തൃപ്പടി ശരണം പൊന്നയ്യപ്പ, സ്വാമി അല്ലാതൊരു ശരണമില്ലയ്യപ്പ എന്ന് പാടുന്ന ആളാണ് ആര്? നമ്പൂതിരി. അപ്പം ഞാൻ അദ്ദേഹത്തോട് പാടും. താഹമൗത്തത് കൂട്ടിയിടും, ഇബിലീസ് കൂസിനെ കാട്ടിയിടും, നേരം ലഈനവനട്ടുവാൻ ബദരിങ്ങളാൽ തുണ റബ്ബന. പഴയ കാലത്തെ സന്ധ്യയിൽ ത്രിസന്ധ്യ നേരത്ത് മുസ്ലിം വീടുകളിൽ പുൽപ്പായയിൽ ചമ്രം പടിഞ്ഞിരുന്ന് വല്യമ്മയും വല്യപ്പയും പേരമക്കളൊക്കെ കൂടിയിട്ട് ബദരിയത്ത് ഇങ്ങനെ പാടുമ്പോൾ തൊട്ടടുത്തിലെ വീട്ടിൽ ഇതായിരുന്നു പാടിയിരുന്നത്. അപ്പം ഞാനൊരു മതരംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണെന്ന് അദ്ദേഹത്തിന് അറിയാം. മതവേദിയിൽ പ്രസംഗിക്കുന്ന ആളാണെന്നറിയാം. നിലപാട് പറയുന്ന ആളാണെന്നറിയാം. എന്നിട്ട് അദ്ദേഹം സ്നേഹിക്കാൻ കാരണം എന്തായിരിക്കും? എന്നെ മാത്രമല്ല, അങ്ങനെ കുറേ സുഹൃത്തുക്കൾ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന് ക്ഷേത്രത്തിലെ പൂജാരിയാണെന്ന് എനിക്കറിയാം. തീർത്തും ഒരു യാഥാസ്ഥിക സനാതന ഹൈന്ദവ ആശയത്തിൽ ജീവിക്കുന്ന ആളാണെന്ന് എനിക്കറിയാം. എന്നിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്. അതിൻ്റെ അച്ഛനും അമ്മയോടൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. എൻ്റെ കൂടെ മതപ്രസംഗത്തിന് കോഴിക്കോടിലൂടെ പോകുമ്പോഴൊക്കെ പലവട്ടം അദ്ദേഹം പ്രസംഗം കേൾക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഓക്കെ, 448ആയി നമ്മൾ ആരംഭിക്കാൻ പോവാണ്. അതുകൊണ്ട് ബെസ്റ്റ് വിഷസ് ആൻഡ് സക്സസ്ഫുള്ളി യുവർ ഫ്യൂച്ചർ ഫാമിലി ലൈഫ്. അള്ളാഹു നിങ്ങൾക്ക് ഹിദായത്ത് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹരികൃഷ്ണൻ നമ്പൂതിരി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം പറയുമെന്ന് ഒരാൾ കമൻറ്റ് ചെയ്ത് കണ്ടു. ഞാൻ ഇന്ന് റെഫർ ചെയ്തത് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ വളരെ വൈഡായിട്ട് അങ്ങനെ നോക്കാൻ പെട്ടെന്ന് പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് ഒഴിവാക്കി. ഉനൈസ് ഗസാലി പാട്ട് പൊളിച്ചു. ഷാനവാസ് ഹരികൃഷ്ണൻ നമ്പൂതിരിക്ക് ഒരു ഹായ് പറഞ്ഞിട്ടുണ്ട്.
അബൂറാസി വാട്സപ്പ് നമ്പർ തരുമോന്ന്. വാട്സപ്പ് നമ്പർ കിട്ടിയവരൊക്കെ ബുദ്ധിമുട്ടിയിരിക്കുകയാണ്, ഞാൻ മെസ്സേജ് നോക്കുന്നില്ല എന്ന പരാതിക്കാരന്. പിന്നെ ഇനി കിട്ടിയിട്ട് എന്താ കാര്യം? അബ്ദുറഹ്മാൻ ബദരിങ്ങളാൽ തുണറബ്ബന 469 ആളായി. ഡോക്ടർ മുഹമ്മദ് കോയ മദീനയിൽ പ്രണയമഴയിൽ നനഞ്ഞ് 25ാമത്തെ ദിവസം അൽ മദീനത്തുൽ മുനവ്വറയിൽ. ഇതാണ് എൻ്റെ ഉസ്താദ്, സന്തോഷം കൊണ്ട് നിറഞ്ഞു. ഹരികൃഷ്ണനുണ്ട്, നമ്പൂതിരി ലൈനിലുണ്ട്. നിങ്ങളെല്ലാവരും അദ്ദേഹത്തിന് വിഷു കൊടുക്കും കേട്ടോ. മാഷാ അല്ലാ 500 ആളുകളായിട്ടുണ്ട്. ഏകദേശം ഒരു 15-20 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്നുകൂടി ഷെയർ ചെയ്യണം കേട്ടോ. ഒരുപാട് ഷെയറിങ്ങിൽ ഒന്നുകൂടി ഷെയർ ചെയ്തോളൂ. അപ്പോൾ നമ്മൾ ആ വിഷയത്തിൻ്റെ ഒരു ഉള്ളിലേക്ക് എത്തുമ്പോൾ 513 ആളായിട്ടുണ്ട്. ചെറിയൊരു പാട്ട് കൊണ്ടായിക്കൂടെ? മാഷാ അല്ലാ. ഇനി നിങ്ങൾക്ക് നാളെ പറയാൻ പറ്റില്ലല്ലോ. നാളെ നമ്മൾ റസൂലുള്ളാഹിൻ്റെ വഫാത്ത് പറയാം. എങ്ങനെ പറയാൻ പറ്റിയെന്ന് എനിക്കറിയില്ല. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ ലൈവായിട്ടൊക്കെ ആ ഒരു രംഗം പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥ വേറെയാണ്. അപ്പോൾ ഒരു പാട്ട് കൊണ്ട് തുടങ്ങാം. എനിക്ക് പാടാൻ അറിയില്ല, എന്നാലും അത്രയും നേരം കൊണ്ട് ആൾക്കാർ വരട്ടെ. എന്തുട്ടാണ് പാടുക? പാടിപ്പറഞ്ഞാൽ തീരുകില്ല ദീർഘം, പരനെ അതല്ലേ നിന്റെ പുണ്യ നാഗം. നാഗം എന്ന് പറഞ്ഞാൽ സ്വർഗം എന്നാണ് അർത്ഥം കേട്ടോ. മലയാളത്തിലെ ഒരു പ്രയോഗമാണ് നാഗം. നാഗം എന്നായാൽ പാമ്പായി പോവും, നാക്കം എന്നായാൽ സ്വർഗമായി പോവും. ശ്രദ്ധിക്കുക, ഉരകം എന്നതിൽ ഈ ഗ ഉണ്ടല്ലോ, ഈ ഗ നാഗം എന്നായാൽ പടിപ്പറഞ്ഞാൽ തീരുകില്ല ദീർഘം, പരനെ അതല്ലേ നിന്റെ പുണ്യനാക്കം. നിന്റെ സ്വർഗം എന്നാണ്. നാഗമായ പാമ്പായി പോവും. അതിലേക്ക് നീ ഒരു പാസ് താമന്നാനേ, അത് നിന്റെ പക്കൽ മാത്രമാഹന്നാനേ. അതിലേക്ക് നീ ഒരു പാസ് താ തമ്പുരാനെ എന്ന് പറഞ്ഞാൽ സ്വർഗ കവാടങ്ങൾ നീ ഞങ്ങൾക്ക് തുറന്നു തരണേ തമ്പുരാനെ എന്നാണ്. അത് നിന്റെ പക്കൽ മാത്രമാഹന്നാനേ. സ്വർഗത്തിന്റെ ചാവി ആരുടെ കയ്യിലും അള്ളാഹു കൊടുത്തിട്ടില്ല കേട്ടാ. ആ ചാവി നമ്മൾക്ക് കയ്യിൽ കിട്ടണം. നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നതുകൊണ്ട് തുറക്കാൻ കഴിയണം. അല്ലാതെ ഈ ചാവി ആരും കച്ചവടം ചെയ്യുന്നോ ഏതെങ്കിലും ഷോപ്സിൽ പോയിട്ട് സ്വർഗത്തിന്റെ ചാവി തരൂ എന്ന് പറയാൻ പറ്റത്തില്ല. സ്വർഗത്തിന്റെ ചാവി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ട് അള്ളാഹു നമുക്ക് തരട്ടെ. പിന്നെയോ, ആരോഗ്യമേറ്റി തരണമേ നീ മന്നവാ, പറയല്ലേ നീ എന്നോട് പോടാ പിന്നവാ. ആരോഗ്യം തരണേ തമ്പുരാനെ എല്ലാവർക്കും. പ്രത്യേകിച്ച് COVID-19 ക്വാറന്റൈൻ കാലമാണ്. പറയല്ലേ നീ എന്നോട് പോടാ പിന്നവാ. അങ്ങനെ പറയല്ലേ തമ്പുരാന്. കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട്, ഇത് കവിതയാണെന്ന് ചിലർ കമന്റ് ചെയ്തു. കവിതയല്ല കേട്ടോ, ഇത് തഴവ ഉസ്താദ് എന്ന് പറയുമ്പോൾ എന്ന തെക്കൻ കേരളത്തിലെ വളരെ ശ്രദ്ധേയനായ കവിതകളിലൂടെ ഇസ്ലാമിക ആശയങ്ങളെ സംഗ്രഹിച്ച ഒരു മഹാപണ്ഡിത പ്രതിഭാശാലിയാണ്. വളരെ ലളിത സുഭഗമായ വരികളാണ്. നിങ്ങൾക്ക് തോന്നും ഇതേപോലെ വരികൾ രചിക്കാമെന്ന്, പക്ഷേ അസാധ്യമാണ്. കേൾക്കുമ്പോൾ നമുക്ക് ശരിയാണെന്ന് തോന്നും, എളുപ്പമാണെന്ന് തോന്നും. അപ്പോൾ ബദർ പടപ്പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുമ്പോൾ അത് ഭയങ്കര സിമ്പിളാണ്, ഹമ്പിളാണ് തോന്നും. പക്ഷേ രചിക്കാൻ തുടങ്ങിയാൽ ഒരു 10 വരി എഴുതുമ്പോഴത്തേക്കും നമുക്ക് അറ്റാക്ക് വന്നു പോകും.
അങ്ങനെയാണ്. ഒരുമിച്ച് കൂട്ട് ഞങ്ങളെ നീ മന്നവാ, നാളെ നിന്റെ സ്വർഗലോകം തന്നിലായി. ഇപ്പൊ വന്ന ആരെങ്കിലും ഇത് പാട്ടാന്ന് കരുതി തിരിച്ചു പോകും, അതുകൊണ്ട് പാട്ട് നിർത്തുകയാണ്. 181 ഷെയർ ചെയ്തിട്ടുള്ളൂ എന്ന് ഒരാൾ കമന്റ് ചെയ്തു. താങ്ക് യു. അപ്പൊ സഹോദരങ്ങളെ, അൽ മദീനത്തുൽ മുനവ്വറയിലൂടെയുള്ള നമ്മുടെ യാത്രയുടെ 25ാമത്തെ ദിവസം, റമദാൻ വിട പറയുന്ന ദിവസം, നമ്മളും ഈ ലൈവ് സ്ട്രീമിംഗ് അവസാനിപ്പിക്കുന്നതിൻ്റെ തൊട്ട തലേന്നത്തെ ദിവസത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടുന്നത്. അള്ളാഹു നമുക്ക് ശരീരം കൊണ്ട് മദീനത്തിൽ എത്താൻ തൗഫീക്ക് നൽകട്ടെ. മദീന ത്രസിപ്പിക്കുന്ന ചില വിചാരപ്പെടലുകളിലൂടെ നമ്മളൊരു യാത്ര ഇങ്ങനെ പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, പുണ്യ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നമ്മൾ മദീനയിലെ റൗള ഷരീഫിലെ തൂണുകളെ കുറിച്ചൊക്കെ സംസാരിച്ചു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രാർത്ഥന ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്. അല്ലാഹുമ്മ ർസുഖ്നി ശഹാദത ഫീ സബീലിക് വജഅൽ മൗതി ഫീ ബലദി റസൂലിക സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, നീ എനിക്ക് ഷഹാദത്ത് നൽകണമേ, എൻ്റെ മരണം നീ പരിശുദ്ധ റസൂലുള്ളാന്റെ നഗരത്തിൽ വെച്ചാക്കണമേ തമ്പുരാനെ. ഉമർ റളിയല്ലാഹുവിന് ഷഹാദത്ത് ലഭിച്ചത് നമ്മൾ കണ്ടല്ലോ അല്ലേ? അത് മദീനയുടെ പ്രാധാന്യത്തെ മനസ്സിലാക്കിയത് കൊണ്ടാണ്. ആദ്യമായി ലോകത്ത് ശഫാഅത്ത് ലഭിക്കുന്നത് മഹ്ശറയിലെ ഭയാനകമായ അവസ്ഥയിൽ ആദ്യമായി ശഫാഅത്ത് ലഭിക്കുന്നത് ആർക്കാണ്? عن عبد الملك بن عباد بن جعفر رضي الله تعالى عنه أنه سمع رسول الله صلى الله عليه وسلم يقول أول من أشفع له من أمتي. എൻ്റെ സമുദായത്തിൽ നിന്ന് ആദ്യമായി ശഫാഅത്ത് ലഭിക്കുന്നത് അഹ്ലുൽ മദീന, അഹ്ലുൽ മദീന, മദീനക്കാർക്കാണ്. നമ്മളെവിടെയാണ് നിൽക്കുന്നത് എന്ന് ഓർത്തു നോക്ക്. عن عامر بن سعد بن أبي وقاص رضي الله عنه عن أبيه قال قال رسول الله صلى الله عليه وسلم المدينة خير لهم لو كانوا يعلمون لا يدعها أحد رغبة عنها إلا أبدل الله فيها من هو خير منه فلا يغبط أحد على لأوائها وجهدها إلا كنت له شفيعا أو شهيدا يوم القيامة. നമ്മൾ മനസ്സുകൊണ്ട് ത്രസിച്ചു നിൽക്കുന്ന മദീനയുടെ മഹത്വം പറയുകയാണ്. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്. മദീനയുടെ ശ്രേഷ്ഠത പുണ്യനബി പറയുന്നത് ഇങ്ങനെയാണ്: മദീനയിൽ താമസിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠത അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ മദീന അവർക്ക് ഏറ്റവും നന്മയായിരുന്നു. മദീനയുടെ ശ്രേഷ്ഠത ഒരാൾ തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ, ആരെങ്കിലും ആഗ്രഹിക്കാതെ ഒഴിവാക്കിയാൽ അവനേക്കാൾ നന്മയുള്ളവരെ അള്ളാഹു അവിടെ പകരം കൊണ്ടുവരും. മദീനയിൽ നിന്ന് മദീനയെ കുറിച്ച് പറയുമ്പോൾ മദീനയുടെ പാട്ടായിരുന്നു തൂക്കൂജ മൻകുജ എന്ന്. മദീനയിലെ പ്രയാസത്തെ ആരെങ്കിലും ക്ഷമിച്ചു നിന്നാൽ അന്ത്യനാളിൽ അവന് ശഫാഅത്ത് ലഭിക്കും, അനുകൂല സാക്ഷിയായി നിൽക്കും എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു മദീനയിലെത്താൻ ഒരു തവണയെങ്കിലും ലൈഫിൽ മദീനയിലെത്താൻ ഒരു തവണയെങ്കിലും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നത്തിൽ ദർശിക്കാൻ തൗഫീഖ് നൽകട്ടെ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മദീന എൻ്റെ ഹിജറയുടെ സ്ഥലമാണ്, എൻ്റെ പലായനത്തിൻ്റെ നഗരമാണ്, ഭൂമിയിൽ എൻ്റെ കിടപ്പ് സ്ഥലമാണ്. നോക്കൂ നിങ്ങൾ, പ്രപഞ്ചത്തിലെ ഏറ്റവും മഹാനായ മനുഷ്യന്റെ തിരുശരീരത്തെ ഏറ്റുവാങ്ങിയ നഗരമാണ് അൽ മദീനത്തുൽ മുനവ്വറ. എൻ്റെ സമീപവാസികളെ ആദരിക്കൽ എൻ്റെ സമുദായത്തിൻ്റെ മേൽ ബാധ്യതയാണ്. അവരുടെ വൻ ദോഷങ്ങളെ പൊറുക്കാൻ അത് കാരണമാകുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ നിങ്ങൾ, മദീനക്കാരനായ ഒരാളെ നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്താൽ അതിൻ്റെ ഒരു അവസരം വേണ്ടേ? എന്തെങ്കിലും നമ്മൾ മദീനത്ത് പോയിട്ടൊരു മദീനക്കാരനെ കണ്ടാവനൊന്ന് റെസ്പെക്റ്റ് ചെയ്യണ്ടേ? മസ്ജിദ് നബവിയിൽ കയറിയാൽ മസ്ജിദ് നബിയുടെ റൗള ഷരീഫിന്റെ ഒക്കെ പുറഭാഗത്ത് ഏതാണ്ട് മസ്ജിദ് നബിയുടെ മധ്യഭാഗം കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയാൽ ആ പള്ളിക്കുള്ളിൽ കൊടകളുടെ കാലുകൾ കാണാം. അമ്പർല 6 കാലുകളുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. അതിന്റെ സമീപത്ത്, ചുമരുകൾക്ക് സമീപത്ത് ഇരിക്കുന്ന ചില പ്രായാധിക്യമുള്ള ആളുകളെ കാണാം. തൂവള്ള അപ്പൂപ്പൻ താടി പോലെയുള്ള മനോഹരമായ താടിയുള്ള, ആരോടും അധികം സംസാരിക്കാതെ ഖുർആനിലേക്ക് ഇങ്ങനെ ലയിച്ച് ഈ തിരക്കിൽ നിന്ന് അകന്നിരിക്കുന്ന ചില ആളുകളെ കാണാം. അവർ മദീനികളായ ആളുകളാണ്. അല്ലെങ്കിൽ നിങ്ങൾ സമീപത്തുള്ളവരോട് ചോദിച്ചാൽ മതി, അവരെ അവിടുത്തെ അറബികൾ കാണിക്കുന്ന ഒരു ആദരവ്, പച്ചദരിദ്രന്മാരാണ് അവർ, എന്നാലും അവരോട് കാണിക്കുന്ന ഒരു റെസ്പെക്റ്റ്. കാരണം അവർ ഒറിജിനൽ വതനികളാണ്, മദീനക്കാരാണ്. എപ്പോഴെങ്കിലും നിങ്ങൾ പോകുമ്പോൾ ഈ ഏരിയ ശ്രദ്ധിക്കണം, അവിടെ തന്നെയാണ് അവിടെ ഇരിക്കാറുള്ളത്. മക്കത്തുൽ മുക്കറമയിൽ പോയാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ, നമ്മൾ മദീനത്താണ് എന്നാലും മക്കയെ കുറിച്ച് പറയാ, ബാബുൽ ഉംറ എന്ന് പറയുന്ന ഒരു വാതിലുണ്ട്. അതിന്റെ സമീപത്ത് മഹാന്മാരായ ആളുകൾ വന്നിരിക്കാറുണ്ട്. അവിടെ വെച്ചാണ് ഞാൻ ഒരിക്കൽ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പരമ്പരയിലെ, അതായത് ഹദ്ദാദ് റാത്തീബിന്റെ ആ വംശ പരമ്പരയിലെ മഹാനായ ആ കാലഘട്ടത്തിലെ ശൈഖ് അവർകളെ കണ്ടുമുട്ടിയത് ബാബുൽ ഉംറയുടെ സമീപത്ത് വെച്ചാണ് 2004. ഇപ്പോൾ അദ്ദേഹം ജീവിച്ചിരിപ്പില്ല എന്നാണ് അറിവ്. അവരുടെ വീട്ടിൽ മനോഹരമായ മൗലൂദ് നടക്കാറുണ്ട്. അൽ മക്കത്തുൽ മുക്കറമയിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ മൗലൂദ് പാരായണം നടക്കാറുണ്ട്. അറബികൾ പങ്കെടുക്കാറുണ്ട്, മലയാളികൾ പങ്കെടുക്കാറുണ്ട്, വിദേശികൾ പങ്കെടുക്കാറുണ്ട്. ഞാനും അതിൽ പങ്കെടുത്തിരുന്നു. നമ്മുടെ നാട്ടിലെ മൗലൂദ് സദസ് എന്ന് പറഞ്ഞാൽ ഓൺലൈനിലൂടെ ഇങ്ങനെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ക്ഷണിച്ചയാൾ ഒരിക്കലും വീട്ടിലിരിക്കത്തില്ല, മൗലൂദ് ഓതുന്ന സ്ഥലത്ത് ഇരിക്കില്ല, അയാൾ പുറത്തേ ഇരിക്കാറുള്ളൂ. എന്നിട്ടൊരു തലയണ കൊടുന്നിടും. ആ തലയണ രാത്രി മുഴുവൻ ഉറങ്ങി വിഷം വമിപ്പിച്ചതായിരിക്കും. ഏതെങ്കിലുമൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അനസ്തേഷ്യയുടെ ഡോക്ടർ വന്നിട്ട് ഈ തലയണ വെച്ച് കൊടുത്താൽ അനസ്തേഷ്യക്ക് പകരമായിരിക്കും, ബോധം അപ്പം പോകും. നമ്മൾ എങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മൾ ഈ മലയാളികൾക്കിടയിൽ, ഞാൻ കുറ്റപ്പെടുത്തുകയില്ല, ഹബീബിനെ ഒരു ആവേശമായി, ഒരു ആവിഷ്കാരമായി കയറിയിട്ടില്ല. പ്രകടനപരതയിലെ പ്രകടനത്തിലും എന്താ പറയാ, സ്നേഹത്തിൽ മാത്രമായി റസൂൽ ഒതുങ്ങിപ്പോയോ എന്ന് എനിക്ക് തോന്നുന്നു. ഒരു ടീമിന് പിന്നെ റസൂലുള്ളാഹിക്ക് സ്നേഹമില്ല, പിൻപറ്റിയാൽ മതി എന്ന് പറയുന്നവരാണ്. അവരെ കുറിച്ച് നമ്മൾ ചർച്ചക്കേ ഇല്ല, നമ്മൾ അവരോട് ചർച്ചക്കേ ഇല്ല. ഈ ക്ഷണിക്കപ്പെട്ട ആള്, ക്ഷണിച്ചയാള് ഒരിക്കലും അവിടെ വന്നിരിക്കാറില്ല. നോക്കൂ നിങ്ങൾ, നല്ല കുഷ്യനുള്ള മനോഹരമായ വെള്ള വിരിപ്പ് വിരിച്ച് അതിൻ്റെ റൂഫൊക്കെ പ്രത്യേകമായി തയ്യാർ ചെയ്ത് ഉഴുതിൻ്റെ സുഗന്ധ പരിമളമുള്ള സദസ്സിൽ അനുരാഗത്തിൻ്റെ ഒരു പെയ്ത്തുപോലെ കസീതകളും നശീതകളും പെയ്തിറങ്ങുമ്പോഴാണ് മഹബത്തിൻ്റെ മധുചഷകം നുരയുകയുള്ളൂ. അപ്പോഴാണ് പ്രണയത്തിൻ്റെ അനുഭൂതിയിൽ നമുക്ക് ലയിക്കാൻ കഴിയുള്ളൂ. നമ്മുടെ നാട്ടിലെ മൗലൂദ് സദസ്സുകൾ അത്തരമൊരു ധാരണയാണോ പകരുന്നത് എന്ന് ആലോചിക്കാൻ വേണ്ടി പറയുകയാണ്. നിങ്ങൾ കേൾക്കുന്ന സഹോദരങ്ങളോട് പറയുകയാണ്, നമ്മുടെ വീട്ടിൽ മൗലൂദ് നടക്കുകയാണെങ്കിൽ അത് അതിൻ്റെ രീതിയിലും ഭംഗിയിലും താളത്തിലും സൗന്ദര്യത്തിലും നടത്തണം. ഞാൻ പറയുന്നത് മൗലൂദ് അത് പഴയ രീതിയിൽ നിന്ന് മാറ്റണം എന്നല്ല രീതി കൊണ്ട് ഉദ്ദേശിച്ചത്. അതൊക്കെ ഓരോരുത്തരുടെ മാനസിക വ്യാപാരവും നിമ്നോന്നതിയും അനുസരിച്ചിരിക്കും. രീതിയിൽ പാടാൻ പാടില്ല എന്നൊന്നും പറയാൻ എനിക്ക് കഴിയില്ല, കാരണം അത് അവരുടെ ഒരു മാനസികാവസ്ഥയിലായിരിക്കും. എന്നാൽ പഴമക്കാരായ വയസ്സന്മാര് രീതിയില്ലാതെ പാടുന്നതിനെ കുറ്റപ്പെടുത്താനും പാടില്ല, കാരണം അവർ ഹൃദയം നിറഞ്ഞിട്ടായിരിക്കും ഒരു പക്ഷെ അങ്ങനെ പാടുന്നുണ്ടാകുക. ഞാൻ അങ്ങനെ പറഞ്ഞു പോയി എന്ന് മാത്രം. അതുകൊണ്ട് എപ്പോഴെങ്കിലുമൊക്കെ മൗലൂദ് സദസ്സിൽ ഇങ്ങനെ ലയിച്ചിരിക്കണം. സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ,
ഈ ലോകത്ത് വമ്പ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ 2050 ലോകം ഇസ്ലാമിലേക്ക് കടന്നു വരുമെന്നാണ് നിരീക്ഷകന്മാരുടെ ഒബ്സർവേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. 2050 പ്രഭാതം ലോകം ഇസ്ലാമിലേക്ക് കടന്നു വരാൻ പോവുകയാണ് എന്നതാണ്. എങ്ങനെയാണ് ഇസ്ലാമിന്റെ വ്യാപനം നടക്കുന്നത്? ഹുബ്ബുൻ നബിയിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിരക്കണക്കിന് തലമുറകളാണ് യൂറോപ്യൻ കൺട്രീസിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്കിൽ ലയിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. മാഷാ അല്ലാഹ്, നിങ്ങളതൊരു പഠന വിധേയമാക്കണം. ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഖുർആന്റെ സയന്റിഫിക്കലായ ശ്രേഷ്ഠത കണ്ടിട്ട് വരുന്നവരെല്ലാവർ. അങ്ങനെ വന്ന അപൂർവം ചില ആളുകളുണ്ട്. ആരാ? ഖുർആൻ ആൻഡ് സയൻസ് ദ മിറാക്കിൾ എന്ന പുസ്തകം എഴുതിയ, ഒന്ന് കമന്റ് ചെയ്യൂ, ആരാണ് പുസ്തകം എഴുതിയത്? ഞാൻ പെട്ടെന്ന് മറന്നുപോയി. ഖുർആൻ ആൻഡ് സയൻസ് ദ മിറാക്കിൾ. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? നോക്കട്ടെ, ആരാണ് ആ പുസ്തകം എഴുതിയത്? ഖുർആൻ ആൻഡ് സയൻസ് ദ മിറാക്കിൾ. ബുക്ക് നീ എപ്പോഴെങ്കിലും ടൈപ്പ് ചെയ്യും, എനിക്കിപ്പോൾ വരാൻ കുറേ സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ സഹോദരങ്ങളെ, അദ്ദേഹം ഖുർആനിലെ ഒരായത്ത് കണ്ട് എംബ്രോളജിയുടെ അത്ഭുതകരമായ അവസ്ഥ ഖുർആൻ വിശദീകരിക്കുന്നത് കണ്ടിട്ട് ഇസ്ലാമിലേക്ക് വന്നതാണ്. ഇപ്പൊ വിഷയമല്ലാത്തത് കൊണ്ട് അതിലേക്ക് പോകുന്നില്ല. പക്ഷെ അത് ഭയങ്കരമായ ത്രസിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് അദ്ദേഹത്തിന്റെ ആ പുസ്തകം. അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. എനിക്കിങ്ങനെ ഒരു കുഴപ്പമുണ്ട്, പറയുമ്പോൾ എല്ലാം കൂടി ഇങ്ങനെ തികട്ടി വരും. എന്തായാലും വിഷയത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകും. അപ്പോൾ ഖുർആന്റെ ശാസ്ത്രീയത കണ്ട് ഇസ്ലാമിലേക്ക് വന്ന ആളുകൾ ഉണ്ടെങ്കിലും അതൊന്നുമല്ല, മൗര്യസല്ല. എൻ്റെ തലയിൽ കിടന്നിങ്ങനെ പെരുക്കുന്നുണ്ട്. പക്ഷെ മനസ്സും അതിനല്ലേ ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് വരുന്നില്ല. അദ്ദേഹം മുസ്ലിമാണ്. ഭരണാക്ഷാണോ? അല്ല, ഭരണാക്ഷ അല്ല. ഭരണാക്ഷ അല്ല. മോറിസ് ബുക്കായ്. യെസ്, മോറിസ് ബുക്കായ്. ആരവിടെ ബോറിസ് എന്ന് എഴുതിയിട്ടുണ്ട്. മോറിസ് ബുക്കായ്. അദ്ദേഹമാണ് ഖുർആൻ ആൻഡ് സയൻസ് എന്ന് മിറാക്കിൾ എന്ന പുസ്തകം. മോറിസ് ബുക്കായ്, അലി അബ്ദുള്ള, 2-3 ആൾക്കാർ ടൈപ്പ് ചെയ്തു. ചിലപ്പോൾ കുറേ മുമ്പ് ടൈപ്പ് ചെയ്തിട്ടുണ്ടാവും. എനിക്ക് ഇപ്പോഴാണ് വരുന്നത്. കുബൂരി. എല്ലാവരും കബറിൽ കിടക്കേണ്ട ആൾക്കാരാണ്, കുബൂരികളാണ്. അപ്പോൾ സഹോദരങ്ങളെ, ഞാൻ പറയുന്നത് ഹബീബായ നബിയോടുള്ള പ്രണയത്തിലും ഇഷ്കിലും ലയിച്ചുകൊണ്ടുള്ള അനൂപ് CB സാർ, താങ്ക് യു. നമ്മുടെ ഒരു സഹോദരൻ, പ്രിയപ്പെട്ട സഹോദരൻ, നന്നായി ചിന്തിക്കുന്ന ഒരാളാണ് അനൂപ് CB എന്ന് പറഞ്ഞ ഫേസ്ബുക്കിലെ ഒരു ആക്ടിവിസ്റ്റാണ്. അദ്ദേഹം ഇപ്പോൾ ലൈനിലുണ്ട്. അപ്പോൾ ഖുർആന്റെ ശാസ്ത്രീയത കണ്ടിട്ട് മാത്രമല്ല ഇസ്ലാമിലേക്ക് വന്നത്, ഹബീബായ നബിയുടെ കാരുണ്യത്തെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രണയവശ്യതയെ, അവിടത്തെയുടെ എന്താ പറയുക, ഇഷ്കിന്റെ അതിൽ ലയിച്ചുകൊണ്ടാണ്. അതിന് ചില കാരണക്കാരായ ആളുകളുണ്ട്. 2050 പ്രഭാതം ഉഷസ്സുണരുന്നത് സ്നേഹത്തിന്റെ പുതിയ വസന്തം തീർത്തുകൊണ്ടായിരിക്കും. അള്ളാഹു നമുക്കത് കാണാൻ തൗഫീഖ് നൽകട്ടെ. ഞാൻ പറയുന്നത്, ഈ ലോകത്തിന്റെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമായി, ബദലായി നമുക്ക് നിർദ്ദേശിക്കാനുള്ളത് പ്രവാചകനെ സ്നേഹിക്കൂ എന്നത് മാത്രമാണ്. അതുകൊണ്ടാണ് 25 ദിവസത്തെ യാത്ര നമ്മൾ മദീനയിൽ വിങ്ങിപ്പൊട്ടി നിൽക്കുന്നത്. നോക്കൂ, തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, وعن أنس رضي الله تعالى عنه قال لما كان يوم الذي دخل فيه رسول الله صلى الله عليه وسلم. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുകയാണ്, ഉദ്ധരിക്കുകയാണ്. അതിങ്ങനെയാണ്: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ പ്രവേശിച്ച ദിവസം, നമുക്കറിയാലോ, ഖസ്വയുടെ പുറത്ത് 2 വരികളായി സ്വഹാബത്ത് ഇങ്ങനെ കാത്തു നിൽക്കുമ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളുടെ വിരലഗ്രങ്ങൾ ദഫിന്റെ പ്രതലങ്ങളിൽ താളത്തിൽ തുടികൊട്ടിരിക്കുമ്പോൾ അവരുടെ സ്വനപേടകങ്ങളിൽ നിന്ന് ത്വലഅൽ ബദ്റു അലൈന മിൻ സനിയാത്തിൽ വദാ വജബ ശുക്രു അലൈന മാ ദഅ ലില്ലാഹി ദാ. എന്താ? പൂർണ്ണചന്ദ്രേന്ദു കടന്നു വന്നിരിക്കുന്നു. സനിയത്തിൽ വിദായിന്റെ താഴ്വാരങ്ങളിൽ നിന്ന് 1000 ചന്ദ്രശോഭയോടെ ഇതാ വരുന്നു എന്ന് പറഞ്ഞ് പാട്ടുപാടുന്ന ആ ദിവസമുണ്ടല്ലോ. നോക്കണേ, ശ്രദ്ധിക്കണേ. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാനൽ യൗമുൽ ലദീ
അൽ മദീന അളാഅ മിനൽ മദീന, മദീനയിലെ സർവ്വ വസ്തുക്കളും അന്ന് പ്രകാശിച്ചിരുന്നു എന്നാണ്. അന്നൂറാനിയത്തുൽ മുഹമ്മദിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഷീർ ഫൈസി അല്ല ഇത് പറയുന്നത്, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്. മുസ്നദ് അഹമ്മദാണ് ഈ ഹദീസ്, നിഷേധിക്കാൻ കഴിയില്ല. അന്ന് മദീന പ്രകാശിക്കുകയായിരുന്നു എന്ന്. യസ്രിബ് എന്നായിരുന്നു അന്ന് മദീനയുടെ പേര്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ മദീനയുടെ പേര് യസ്രിബ് എന്നായിരുന്നു. ആ പേര് ഇപ്പോൾ പറയാൻ പാടില്ല, ഉപയോഗിക്കാൻ പാടില്ല. അതൊരു നെഗറ്റീവ് തോട്ട്സ് ഉള്ള പേരാണ്. പിന്നെ മദീനയുടെ പേര് അൽ മദീന അൽ മുനവ്വറ. എന്താ മുനവ്വറ? പ്രകാശിക്കുന്ന നഗരം എന്നാണ്. പ്രകാശിക്കുന്ന നഗരം എന്നാണ്. ഞാൻ നിങ്ങളോടൊരു വസിയത്ത് ചെയ്യുകയാണ്. പാലിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, നിങ്ങൾക്കും പറ്റുമെന്ന് അറിയില്ല. എന്നാലും നിങ്ങൾക്ക് വേണ്ടി തെറ്റിക്കാം. ഞാനൊരു മഹാനായ ആളൊന്നുമല്ലല്ലോ വസിയത്ത് പാലിക്കാം. മദീന എന്ന് മാത്രം പറയാതെ സാധ്യമാകുമ്പോഴെല്ലാം, പ്രത്യേകിച്ച് ഉസ്താദുമാർ കുറെ ആൾക്കാർ ഇപ്പോൾ ലൈനിലുണ്ട്, അവരോടും ഞാൻ താഴ്മയോട് അപേക്ഷിക്കുകയാണ്. അൽ മദീനത്തുൽ മുനവ്വറ എന്ന് നിങ്ങൾ പറയണം. മദീന എന്ന് മാത്രം പറയരുത്. ഇനിയിപ്പോൾ അത് കിതാബിലുണ്ടോ, ഖുർആനിലുണ്ടോ, ഹദീസിലുണ്ടോ എന്നൊന്നും എന്നോട് ചോദിക്കരുത്. പ്രണയത്തിന്റെ പേരിൽ തർക്കിക്കാൻ, തെളിവുകൾ തേടുന്ന വിഡ്ഢിയാകാൻ എനിക്ക് കഴിയില്ല. അങ്ങനെ തർക്കിക്കാൻ വരുന്നവരോട് കാലു അസ്സലാമു അലൈക്കും, ഞാനില്ല സഹോ, നീ പൊയ്ക്കോ, നീ വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി എന്ന് എനിക്ക് പറയാൻ പറ്റൂ. പക്ഷെ നിങ്ങൾ പറയണം അൽ മദീനത്തുൽ മുനവ്വറ. അത്തിപ്പറ്റ ഉസ്താദ് പറയുകയുണ്ടായി, മദീന എന്ന് മാത്രം നിങ്ങൾ പറയരുത്, മദീനത്തുൽ മുനവ്വറ എന്ന് പറയണം. മക്കയിൽ നിന്ന് അദ്ദേഹത്തിന് ഒരാൾ ഫോൺ ചെയ്തു. അപ്പൊ മകൻ എടുത്തു പറഞ്ഞു, മക്കത്ത് നിന്ന് ഒരാൾ വിളിച്ചിട്ടുണ്ട്. അപ്പൊ അത്തിപ്പറ്റ ഉസ്താദ് പറയാണ്, ഏതു സൂക്ഷ്മാംശങ്ങളിലും പ്രണയം കാണുന്ന ദർവേശാകുന്ന അത്തിപ്പറ്റ ഉസ്താദ് പറയാണ്, എന്താ നീ പറഞ്ഞ്? അല്ല, മക്കയിലുള്ള ഒരാൾ ഫോൺ വിളിച്ചിട്ടുണ്ട്, അവർ സലാം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഉസ്താദ് പറയാണ്, മക്ക എന്ന് പറയരുത്. പിന്നെന്താ മക്കയെ കുറിച്ച് പറയാ? മക്കത്തുൽ മുകറമ എന്ന് പറയണം. സൗദി ചാനലിലൊക്കെ മക്കത്തുൽ മുകറമ എന്നാണ് പറയുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു എന്ന് പറയപ്പെടുന്ന ആ വീടിന്റെ മുന്നിൽ, ആ വീടുന്ന സ്ഥലത്തു നിന്ന് ഒരു ലൈബ്രറിയാണ്. അവിടെ എഴുതിയിട്ടിട്ടുണ്ട് മക്തബത്തു മക്കത്തുൽ മുകറമ. അവർ മക്കത്തുൽ മുകറമ എന്നാ പറയാ. നമ്മൾ ഭയങ്കര പ്രവാചക സ്നേഹികളാണ്. നമ്മൾ എവിടുന്നവര്? ഞാൻ മദീനത്താണ്. എവിടെയാണ്? മക്കത്താണ്. തെറ്റാന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ, തെറ്റൊന്നുമല്ല. നിങ്ങൾ കിതാബ് ഉദ്ധരണി തെളിവൊന്നും എന്നോട് ചോദിക്കരുത്, ഞാനൊരു സാധു മനുഷ്യനാണ്. പക്ഷെ നിങ്ങൾ പറയണം മദീന എന്ന് മാത്രം പറയാം, മദീനത്തുൽ മുനവ്വറ എന്ന് പറയണം. അനസ് മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അൽ മദീന അളാഅ മിനൽ മദീന കുല്ലു ശൈ. എല്ലാ വസ്തുക്കളും അന്ന് പ്രകാശിച്ചു. ഇങ്ങനെ ഒരു ഫിലോസഫി നിങ്ങൾ മുന്നേ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ ഇതൊരു മജ്നൂനിന്റെ ഫിലോസഫിയായി കരുതിക്കോളും, ഒരു ഭ്രാന്തന്റെ ജൽപ്പനങ്ങൾ. പക്ഷെ ഭ്രാന്തനും ചിലപ്പോൾ നല്ല കാര്യം പറയുമല്ലോ. فلما كان اليوم الذي مات فيه رسول الله صلى الله عليه وسلم أظلم من المدينة كل شيء وما فرغنا من دفنه حتى أنكرنا قلوبنا. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ദിവസമുണ്ടല്ലോ, നമ്മൾ നാളെ അത് പറയാൻ പോവാ. വഫാത്തായ ദിവസം മദീനയിലെ എല്ലാ വസ്തുക്കളും ഇരുളടഞ്ഞുപോയി എന്നാണ്. ഇത് ബഷീർ ഫൈസിയുടെ ജൽപ്പനമല്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗത്തിൽ നമ്മൾ സാധാരണ ഒരു ക്ലീഷയായി പറയാറുണ്ട്. വലിയ ആളുകളൊക്കെ ലോകത്തോട് മരിച്ച് ദിവംഗതനായി പോകുമ്പോ പത്രത്തിൽ പ്രകൃതി പോലും ഇരുണ്ടാണ്ടുപോയി എന്നൊക്കെ എഴുതാറുണ്ട്, പ്രകൃതി പോലും കരഞ്ഞുപോയി എന്നൊക്കെ എഴുതാറുണ്ട്. അക്ഷരാർത്ഥത്തിൽ അത് സംഭവിക്കുകയാണ്. فلما كان اليوم الذي مات فيه رسول الله صلى الله عليه وسلم أظلم من المدينة كل شيء. മദീനയിലെ എല്ലാ വസ്തുക്കളും അന്ന് ഇരുട്ടിലാണ്ടുപോയി. وما فرغنا من دفنه حتى أنكرنا قلوبنا. ഞങ്ങളുടെ ഹൃദയങ്ങളെ വേദനിപ്പിച്ചിട്ടല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറമാടലിൽ നിന്ന് ഞങ്ങൾ മാറിപ്പോയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അതാണ് അൽ മദീനത്തുൽ മുനവ്വറ. ഹബീബിങ്ങളെ,
നിങ്ങൾ പോകും, ഉറപ്പായിട്ടും നിങ്ങൾ മദീനത്തെത്തും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അവിടെ എഴുതിയിടുന്ന റോഡ് സൈഡിലെ ബോർഡുകളിലൊക്കെ മദീന അങ്ങനെയല്ല എഴുതുന്നത്, മദീനത്തുൻ നബി അല്ലെങ്കിൽ അൽ മദീനത്തുൽ മുനവ്വറ എന്നാണ് എഴുതുന്നത്. അപ്പൊ അങ്ങനെ പറയണം. അൻ സഅദ് ബിൻ അബി വഖാസ്, ഞാൻ ചില ഉദ്ധരണികൾ ഉദ്ധരിച്ച് നമ്മുടെ പ്രണയത്തിലേക്ക് നീങ്ങും. അൻ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ഖാല സമയത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടു. യഖൂൽ ലാ യകീദു അഹ്ലൽ മദീന അഹദുൻ ഇല്ലൻ മഅ കമാ യൻമഉൽ മിൽഹു ഫിൽ മാ. മദീന നിവാസികളെ മോശമായി ലക്ഷ്യം വച്ചാൽ ഉപ്പുവെള്ളത്തിൽ ഉരുകുന്നതുപോലെ അള്ളാഹു ഉരുക്കിക്കളയും. സഹീഹ് മുസ്ലിമിലെ ഹദീസാണ് ഞാൻ ഉദ്ധരിക്കുന്നത്, ചുമ്മാ പറയുകയല്ല. സുലൈമാൻ സാഹിബിനെ പോലെ കുറെ ആളുകൾ മദീനയിൽ നിന്ന് ലൈവിൽ എപ്പോഴും ഉണ്ടാകാറുണ്ട്, ഇന്ന് അദ്ദേഹത്തെ കണ്ടിട്ടില്ല. നമ്മളും മദീനത്തിൽ ഹജ്ജിന്റെയോ ഉംറയുടെയോ സിയാറയുടെയോ ഒക്കെ ഭാഗമായി ചിലപ്പോൾ പോകും. പക്ഷേ അപ്പൊ ശ്രദ്ധിക്കണം, മദീനത്തെ ഒരാളോട് മോശമായി പെരുമാറിയാൽ ഉപ്പുവെള്ളത്തിൽ ഉരുകിപ്പോകുന്നത് പോലെ അവന്റെ വിശ്വാസം, അവന്റെ ഈമാൻ ഉരുകിപ്പോകുമേ. പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ. അതാണ് അൽ മദീനത്തുൽ മുനവ്വറ. പാരീസിന്റെ നിയോൺ ബൾബുകളുടെ മനോഹരിതയൊന്നും മദീനയുടെ പതിരാവിനില്ല. സ്വിറ്റ്സർലൻഡിന്റെ മഞ്ഞു പൊഴിയുന്ന താഴ്വാരയുടെ ആ ധാവള്യ ശോഭയൊന്നും മദീനത്തിനില്ല. കശ്മീരിന്റെ മഞ്ഞു പൊഴിയുന്ന താൽ നദിയുടെ തീരത്തെ ആപ്പിളുപൂത്ത തോട്ടങ്ങളുടെ മനോഹരിതയൊന്നും മദീനക്കില്ല. മദീനയുടെ മഹത്വം എന്താണ്? അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണ്ട് എന്നതാണ്. وعن عبادة بن الصامت رضي الله تعالى عنه أنه قال رسول الله صلى الله عليه وسلم اللهم من ظلم أهل المدينة وأخافهم فاخفه عليك لعنة الله والملائكة والناس أجمعين لا يقبل الله منه صرفا ولا عدلا. ഞെട്ടലോടെ മാത്രമേ നമ്മൾ ഇന്നത് കേൾക്കാവൂ. ഇന്നലെ നമ്മൾ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ നിൽക്കുമ്പോൾ ഹബീബിനെ കണ്ട് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. ഇതിൽ ഒരുപാട് ആളുകൾ എൻ്റെ മെസ്സഞ്ചറിൽ കുന്നുകൂടി വിരിക്കുകയാണ്. ഇന്നലത്തെ ലൈവിന്റെ താഴെയുള്ള കമന്റ്സുകളും നിങ്ങൾ വായിച്ചാൽ മതി. പക്ഷേ ഇന്ന് ഞെട്ടേണ്ട ഒരു വാക്കാണ് പറയുന്നത്. ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹുവിൽ നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്, പറയല്ല. اللهم من ظلم أهل المدينة وأخافهم ആരെങ്കിലും മദീന നിവാസികളെ ഭയപ്പെടുത്തുകയോ ആക്രമിക്കുകയോ ചെയ്താൽ പടച്ചവനെ ഫാഖിഫുഹു, നീ അവരെ ഭയപ്പെടുത്തണമേ. വഅലൈഹി ലഅനത്തുല്ലാഹ് വൽ മലായിക വന്നാസി അജ്മഈൻ, അല്ലാഹുവിന്റെയും മലാഖമാരുടെയും സാലിഹീങ്ങളുടെയും ശാപം അവരുടെ മേൽ ഉണ്ടാകും എന്നു മാത്രമല്ല, ലാ യഖ്ബലുല്ലാഹു മിൻഹു സർഫൻ വല അദ്ല, അല്ലാഹു അവനിൽ നിന്ന് ഒരു കർമ്മവും അക്സെപ്റ്റ് ചെയ്യുകയില്ല എന്ന്. കോരിത്തരിച്ചു നിന്നവരെ ഭയപ്പാടോടെ അല്ലാതെ മദീനത്തേക്ക് പോകാൻ പറ്റുമോ? അതുകൊണ്ടാണ് ആശിക്കിങ്ങളിൽ പലരും മദീനത്തേക്ക് പോകാതിരുന്നത്. ഈ വർത്തമാനത്തെ ഭയന്നുകൊണ്ടാണ്. നമ്മൾ പറയാറില്ലേ, നമ്മൾ പലരും മദീനത്തേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ ചിലവർ പോകാറില്ല. കാരണം മദീനയെ റെസ്പെക്ട് ചെയ്യാൻ പറ്റുന്നില്ല. റെസ്പെക്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ മദീനത്തേക്ക് പോകരുത്. നിങ്ങൾ മദീനയിലെ കാറ്റിനെ കുറ്റം പറയരുതേ. പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറഞ്ഞ സമയമായിട്ടുണ്ട്, ഒന്ന് ഷെയർ ചെയ്തോളൂ കേട്ടോ. നമ്മൾ മദീനത്തിന്റെ നടുവിൽ ഇങ്ങനെ നിൽക്കുകയാണ്. മദീനയിലെ ഭക്ഷണത്തെ കുറ്റം പറയരുതേ. പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സാധാരണഗതിയിൽ നമ്മൾ മദീനയിൽ എത്തിപ്പെടുക ജോലിയുടെ ഭാഗം അല്ലെങ്കിൽ ഹജ്ജിനോ ഉംറയ്ക്കോ ആയിരിക്കും. അപ്പോൾ ഫോർ എക്സാമ്പിൾ അമീറുമാർ ചിലപ്പോൾ ഈ ഹദീസ് ഉദ്ധരിച്ചാൽ കൂടെയുള്ളവർ ചിരിക്കും. ആര്? ഹജ്ജിനോ ഉംറയ്ക്കോ വന്നവർ ചിരിക്കും. അവർ ചിരിക്കാൻ എന്തുട്ടാ കാരണം എന്നറിയോ? മദീനയിലെ ഭക്ഷണത്തെ കുറ്റം പറയാതിരിക്കാൻ വേണ്ടിയിട്ട് ഉസ്താദ് പറയുന്ന കാര്യമാണ്. ഉസ്താദിന്റെ ലക്ഷ്യം എന്താണെന്ന് എനിക്കറിയില്ല, ഓരോരുത്തരുടെയും നിയ്യത്ത് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ
ആ ഹദീസ് സത്യമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. മദീനയിലെ ഫുഡിനെ കുറ്റം പറയരുത്. ഞാനത് ഒന്നുകൂടി ആഴത്തിൽ പറയുകയാണ്. തെളിവൊന്നും എന്നോട് ചോദിക്കണ്ട. നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ കയറി, മദീനയിലെ ഹോട്ടലിൽ നമ്മുടെ പൈസക്കാണ് കയറിയിട്ടുള്ളത്. ഫുഡ് മോശമായി, ബഷീറിൻ്റെ ഒരു അഭിപ്രായ പ്രകാരം, എന്നാൽ പോലും നിങ്ങൾ ആ ഹോട്ടലുകാരനെ കുറ്റം പറയരുത്. നിങ്ങൾക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ കാശ് കൊടുത്ത് മലയാളി നടത്തുന്ന ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ച് ഭക്ഷണം മോശമായ പറയാൻ പാടില്ല എന്നോ? ഇല്ല. അങ്ങനെ ഹദീസിലുണ്ടോ? ഇല്ല. ഹദീസിൽ എന്തേ ഉള്ളൂ? മദീനയിലെ ഭക്ഷണത്തെ നിങ്ങൾ കുറ്റം പറയരുത് എന്നാണ്. കാശ് കൊടുത്ത ഭക്ഷണത്തെയോ പറയാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ആ ഭക്ഷണം തയ്യാർ ചെയ്തിരിക്കുന്നത് അൽ മദീനത്തുൽ മുനവ്വറയിൽ വെച്ചിട്ടാണ്. കുറ്റം പറയാൻ പാടില്ല. വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി, ഡിലീറ്റ് ചെയ്ത് കളഞ്ഞോളൂ, കുഴപ്പമില്ല. പക്ഷെ ഹദീസ് ഡിലീറ്റ് ചെയ്യണ്ട. മദീനയിലെ കാറ്റിനെ നിങ്ങൾ കുറ്റം പറയരുതേ. മദീന ബസാറിലൂടെ ചിലപ്പോൾ നമ്മളിങ്ങനെ നടക്കുമ്പോൾ, മദീനയിലെ അങ്ങാടി തിരക്കിലൂടെ നടക്കുമ്പോൾ ചിലപ്പോൾ കാറ്റ് വന്നാൽ എന്തൊരു നശിച്ച കാറ്റാണ് പറയാറുണ്ട് ചിലരും. കാരണം ചിലപ്പോൾ ഇപ്പോൾ അവിടെയൊക്കെ നല്ല ജോലി നടക്കുന്ന സമയമാണ്, മസ്ജിദുൻ നബിയുടെ എക്സ്റ്റൻസീവ് വർക്ക് നടക്കുന്ന സമയമാണ്. ചിലപ്പോൾ കാറ്റിൽ പൊടിയൊക്കെ വരും. പലരും പെട്ടെന്ന് പറഞ്ഞു പോയി, എന്തൊരു നശിച്ച കാറ്റായി, പൊടിയായി. ഞാൻ അവരെ കുറ്റം പറയില്ല. കാരണം അവരെ കൊണ്ടുവന്നവർ അൽ മദീനത്തുൽ മുനവ്വറയെ ഒരു ഹൃദയാവിഷ്കാരമായി പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ടാണ്. അല്ലാതെ ഹാജിയെ ഞാൻ കുറ്റം പറയില്ല, ഉമ്രക്കാരെയും ഞാൻ കുറ്റം പറയില്ല. നമ്മൾ ചുമ്മാ അങ്ങോട്ട് കയറ്റി കൊണ്ടുവരികയാണ്. നമുക്ക് പൈസ കിട്ടിയാൽ മതി. ഇത് നാളെ വിവാദമാകുമെന്ന് എനിക്കറിയാം. ഓരോ ഭാഗവും ക്ലിപ്പാക്കി ടിക്ടോക്കിലും ഹെലോ എന്ന് പറയുന്ന ഇതിലും വാട്സപ്പ് സ്റ്റാറ്റസിലൊക്കെ ഞാൻ ഇന്നലെ കുറേ കണ്ടു. ഹബീബിങ്ങളോടൊരു അഭ്യർത്ഥനയുണ്ട്, അങ്ങനെ ഇടുന്നതുകൊണ്ട് കുഴപ്പമുണ്ടായിട്ടില്ല. അതിൻ്റെ കോണ്ടസ്റ്റ് മനസ്സിലാക്കാതെ ചിന്തിക്കുന്ന ഒരു വ്യൂവേഴ്സിന് നിങ്ങൾ അങ്ങനെ ഇട്ട് കൊടുക്കരുത്. വാട്ട് ഇസ് എ കോണ്ടാക്സ്? നമ്മൾ പറയുന്നത് എന്താണ്, അപ്പുറം എന്താണ്, ഇപ്പുറം എന്താണ് ചിന്തിക്കാതെ ഒരു ഭാഗം കട്ട് ചെയ്തിട്ടാൽ വേണ്ട. ഒരു വിഷയം പൂർണ്ണമായിട്ട് ഇടുകയാണെങ്കിൽ കുഴപ്പമില്ല, അതല്ലാതെ പകുതി ഇടരുത്. ഇപ്പം ഞാൻ ഈ ഭാഗം നിങ്ങൾ ഇടുകയാണെങ്കിൽ ഹജ്ജിനും ഉംറക്കും വെറുതെ നിങ്ങൾ പൈസക്ക് വേണ്ടി കൊണ്ടുവരുന്നു എന്ന് മാത്രം ഇട്ട് കൊടുത്താൽ അത് കേൾക്കുന്ന ആളുടെ മനസ്സിൽ എന്തായിരിക്കും? ഒരുപാട് നന്മ ചെയ്യുന്ന ഹജ്ജ് ഗ്രൂപ്പിനെയും ഉംറ ഗ്രൂപ്പിനെയും ബഷീർ പൈസ വിമർശിച്ചു എന്നായിരിക്കും. ആ ആക്ഷേപം സഹിക്കാൻ പറ്റാത്തത് കൊണ്ടല്ല, മറിച്ച് ആർക്കെങ്കിലും അത്തരം ആളുകളോട് എതിർപ്പ് തോന്നിയാൽ അതിന് ആള് ഞാനാകാതിരിക്കാൻ വേണ്ടിയാണ്. ഞാൻ പറയുന്നത് അതിൻ്റെ അപ്പുറവും ഇപ്പുറവും കേട്ടിട്ട് പറയണം. എന്താ പറയുന്നത്? മക്കത്തേക്ക് നിങ്ങൾ എങ്ങനെ വേണമെങ്കിൽ കൊണ്ടുപോയിക്കോ, എനിക്കത് കുഴപ്പമില്ല. അമല് ശരിയാക്കാൻ വേണ്ടി നിങ്ങൾ പിന്നാലെ ഉണ്ടാവും. പക്ഷെ അൽ മദീനത്തുൽ മുനവ്വറയിൽ ഒരു അമലും ചെയ്യുന്നില്ല ഹാജി ഉംറയും. അവിടെ ഒരു ആവിഷ്കാരം മാത്രമാണ്. 1 സെക്കൻഡ്. അപ്പോൾ മദീനത്ത് നിൽക്കുമ്പോൾ ആത്മഹർഷത്തോടെ നിൽക്കണം, അറിഞ്ഞ് അനുഭവിച്ച് നിൽക്കണം. ഇല്ലെങ്കിൽ റൗള ഷരീഫിൽ ഹബീബായ നബിയുടെ ഹുജ്റത്തു ഷരീഫയുടെ മുന്നിൽ നിന്ന് മൊബൈൽ ഫോൺ കൊണ്ട് നമ്മളിങ്ങനെ ഫോട്ടോ എടുക്കും. ഫോട്ടോ എടുക്കുന്നത് തെറ്റാണോ ശരിയാണോ എന്ന മസലയല്ല ഞാൻ പറയുന്നത്, അതിൻ്റെ മതവീതി പറയാനല്ല. പക്ഷെ റസൂലുള്ളാഹിന്റെ മുമ്പിലൊക്കെ ഇങ്ങനെ ഫോട്ടോക്ക് ക്യാമറ പിടിക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. എങ്ങനെ ഒരാൾക്ക് അങ്ങനെ നിൽക്കാൻ പറ്റിയെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. കാല് കോരി തരിക്കണ്ടേ, കണ്ണുകൾ ഇങ്ങനെ അശ്രു കണങ്ങൾ തുള്ളി തുളുമ്പി ഒഴുകണ്ടേ. അവിടെ എത്തുമ്പോൾ യാ റസൂലല്ലാഹ് 10 മീറ്റർ അടുത്ത് ആരാണ് ഈ കിടക്കുന്നത്? സൂര്യചന്ദ്ര നക്ഷത്ര ഗോള താര പദങ്ങളെ പടയ്ക്കാൻ കാരണഭൂതരായ അർഷും കുറുഷും ലൗഹും കലമും കാത്തുനിന്ന മഹാമനുഷ്യന്റെ മുന്നിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. മദീനയുടെ ഒരു പരിമളത്തെക്കുറിച്ച് ജാബിർ ബിൻ സമുറത്ത് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നിശ്ചയം മദീനക്ക് അല്ലാഹു തൗബ എന്ന പേര് വിളിച്ചിരിക്കുന്നതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ത്വാബ എന്ന് പേരുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്ന അൽ മദീനത്തുൽ മുനവ്വറയ്ക്ക് അല്ലാഹു പേര് വെച്ചതാണ് ത്വാബ. നോട്ട് ദ പോയിന്റ്. അല്ലാഹു പേര് വെച്ചതാണ് ത്വാബ എന്നത്. അല്ലാഹു പേര് വെച്ചതാണ് തോബ എന്നത്. സുഗന്ധത്തിന്റെ നഗരം എന്ന്. പരിശുദ്ധ ഖുർആനിൽ എഴുതി വെക്കണേ, പരിശുദ്ധ ഖുർആനിൽ മദീന
എന്ന പേര് തന്നെ വന്നിട്ടുണ്ട്. മദീന എന്ന് തന്നെ 3 തവണ പരിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ട്. അത് നിങ്ങൾ ഇന്ന് രാത്രി കണ്ടുപിടിച്ചിട്ട് പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഖുർആൻ നിരന്തരമായി പാരായണം ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ പറ്റും. നാളെ വഫാത്തു നബിയോടുകൂടി നമ്മൾ സമാപിക്കുമ്പോൾ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. 3 തവണ ഖുർആനിൽ മദീന എന്ന് പേരെടുത്തു പറഞ്ഞിട്ടുണ്ട്. അൽ മദീനത്തുൽ മുനവ്വറയെ കുറിച്ച്. നാളെ വരെ ജീവിച്ചിരിക്കുമെന്ന് അറിയില്ല. അതുകൊണ്ട് ഒന്ന് എഴുതി വെച്ചോളൂ. ഒരു പേനയും കടലാസും എടുത്തോളൂ എല്ലാവരും. 1 സെക്കൻഡ്. ഷോപ്പിലൊക്കെ ഇരിക്കുന്നവരുണ്ടാവും, ഒരു കടലാസ് എടുത്തോളൂ. വീട്ടുമ്മമാർ ഇത് കേട്ടോണ്ടിരിക്കുന്ന ഒരു പേനയും കടലാസ് പെട്ടെന്ന് എടുത്തോളൂ. റൈറ്റ്, ഞാൻ പറയാൻ പോവാണ്. അല്ലെങ്കിൽ ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിവൈൻഡ് ചെയ്ത് കേൾക്കാലോ. സൂറത്തു തൗബയിലെ 101 ആയത്തിൽ, സൂറത്തു തൗബയുടെ 101 ആയത്തിൽ, സൂറത്തുൽ അഹ്സാബിലെ 60 ആയത്തിൽ, സൂറത്തു മുനാഫിഖൂനയിലെ 8 ആയത്തിൽ മദീന എന്ന് അല്ലാഹു എടുത്തു പറയുന്നുണ്ട്. മാഷാ അല്ലാഹ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരു സന്തോഷം ഞങ്ങളോട് പങ്കുവെക്കുകയാണ്. എന്നെ രൂപപ്പെടുത്തുന്നതിൽ, മദീന എന്നാൽ പട്ടണം എന്നല്ലേ? അതെ. എന്നെ രൂപപ്പെടുത്തുന്നതിൽ, മോൾഡ് ചെയ്തെടുക്കുന്നതിൽ എൻ്റെ ആദ്യകാലത്തെയും അവസാനം വരെയുള്ള ഉസ്താദായ ഹംസ അൽ ഖാസിമി ഉസ്താദ് അവറുകൾ സന്ദർശിക്കാൻ വേണ്ടി ഞാൻ ഇന്ന് പോയി. വളരെ സർപ്രൈസായി എനിക്ക് കേൾക്കാൻ കഴിഞ്ഞത്, ഫേസ്ബുക്കോ വാട്സപ്പോ ഒന്നും അധികം യൂസ് ചെയ്യാത്ത, ഫേസ്ബുക്ക് തീരെയില്ല, അദ്ദേഹം പറയാണ് അവസാനിപ്പിക്കാന്ന് പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞു എന്തുട്ട് അവസാനിപ്പിക്കുന്നത്? അല്ലയോ, പരമാവധി എല്ലാ പ്രസംഗവും ഞാൻ ഫഅല എന്ന് പഠിച്ച എന്നെ തല്ലിയ ഉസ്താദ് എന്നോട് പറയാണ് എന്തിനാണ് നിർത്തുന്നത്? എന്നിട്ട് എനിക്ക് റഫറൻസിന് വേണ്ടി സ്നേഹത്തോടെ നൽകിയതാണ്, കടമായിട്ടാണ് തിരിച്ചു കൊടുക്കണം. ഇത് നിങ്ങൾക്ക് റിവേഴ്സ് ആയിട്ടാണോ കാണുന്നത്? ബുയൂത്തു സഹാബ, അൽ മദീനത്തുൽ മുനവ്വറയിലെ സഹാബിമാരുടെ വീടുകളെ കൃത്യമായി അടയാളപ്പെടുത്തി പറയുന്ന ഈ കിതാബ് നിങ്ങളോട് സംസാരിക്കാൻ റഫറൻസിന് വേണ്ടി നൽകിയിരിക്കുകയാണ്. മാഷാ അല്ലാഹ്, അവരുടെയൊക്കെ ഒരു ഇഷ്ക് നിങ്ങൾ ആലോചിച്ച് നോക്ക്. നമ്മളിത് ഈ കിതാബ് മുഴുവൻ ഉദ്ധരിക്കുകയാണെങ്കിൽ ഇനിയും മാസക്കണക്കിന് ഇങ്ങനെ മദീനയിലൂടെ നടക്കേണ്ടി വരും. നോക്ക്, ഞാൻ ഇതൊന്ന് കാണിച്ചു തരാം. ഇത് ചുമ്മാ ഒരു കിതാബല്ല, കൃത്യമായി വീടുകൾ ഇതിൽ അടയാളപ്പെടുത്തി. നിങ്ങൾക്കിത് റിവേഴ്സ് ആയിട്ടാണോ കാണുന്നത്? കണ്ടോ, ഓരോ ആൾക്കാരുടെയും വീട്, ഫാത്തിമ ബീവിയുടെ, ആയിഷ ബീവിയുടെ, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ, ഓരോരുത്തരുടെയും വീട്. നിങ്ങൾക്ക് റിവേഴ്സ് ആയിട്ടാണ് കാണുന്നത്. അവിടെ കമന്റ് ചെയ്തു. ഓക്കെ, മാർഗല്ല. ഞാൻ ഫ്രണ്ട് ക്യാമറയിലൂടെയാണ് സംസാരിക്കുന്നത്, ലാപ്ടോപ്പ് ഇല്ല, അതുകൊണ്ടാണ്. ഇപ്പോൾ തരാൻ വേണ്ടി പറഞ്ഞതല്ല കേട്ടോ, നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. നോക്കൂ, അത്ഭുതകരമായ ത്രസിപ്പിക്കുന്ന ഇതാണ്. നിങ്ങളെല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യുന്നതിൽ ഉൾപ്പെടുത്തണം. ഇൻഷാ അല്ലാഹ് പറയും. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. അവിടെ പോയപ്പോൾ തന്നെ കേട്ട ഹബീബിനെ സ്നേഹിച്ച ഒരാളുടെ വർത്തമാനം കൂടി ഞാൻ നിങ്ങളോട് പറയാം. ഇത് മുസ്താദ് നൽകിയതാണ്. അൽ ബഖീ താരീഖ് ഫദ്ലുഹു ആദാബ് സിയാറത്ത്, സിയാറത്തിന്റെ ആദബുകൾ, അതിന്റെ ഫളായിലുകൾ, ബഖീന്റെ ചരിത്രം. നമ്മൾ ബഖീയിലേക്ക് പോകാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഇതാണ് അൽ മസ്ജിദുൻ നബവി. ചിത്രത്തിലെങ്കിലും കാണാലോ നമുക്ക്. മാഷാ അല്ലാഹ്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൗള ശരീഫ്. ഇവിടെ എത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മദീനയുടെ മുറ്റത്ത്, ആ പച്ചക്കബ്ബയുടെ മുറ്റത്ത് ആശിക്കീങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ്. അല്ലാഹു ഇവിടെ തൗഫീഖ് നൽകട്ടെ. ഒരു വിദൂര ദൃശ്യം പോലെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പച്ചക്കുബ്ബ ഇതാണ്. ഇവിടെയാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. ഹബീബിങ്ങളെ,
റിവേഴ്സ് കാണുന്നുണ്ടാവും. ഒരു ഖബറാണിത്. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖബർ ഷരീഫാണ്. അല്ലാഹു അവരെ സ്വർഗ്ഗത്തിൽ കാണാൻ തൗഫീഖ് നൽകട്ടെ. ഇതാ നമ്മൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞ ദുന്നൂറൈനി സയ്യിദുനാ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖബർ ഷരീഫാണിത്. ജന്നത്തുൽ ബഖീൽ. ഇതാ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. ഉസ്മാൻ ബിൻ മലൂൻ റളിയല്ലാഹു തആല അൻഹു. അല്ലാഹു അവരെ കാണാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയ് ഹബീബിങ്ങളെ. നേരിട്ട് പോയവർ ചിന്തിക്കും ഇതിപ്പോ എന്താ അത്ഭുതമുള്ളതെന്ന്. ഇതാ നമ്മൾ പറയുന്ന മദീനയുടെ പ്രണയത്തിന്റെ രാജകുമാരൻ ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു. ഇമാം മാലിക് തങ്ങൾ മദീനയിലൂടെ ചെരിപ്പിട്ട് നടന്നിട്ടില്ല. മദീനയിലൂടെ ചെരിപ്പിട്ട് നടന്നിട്ടില്ല ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. ഇത് അവരുടെ ഖബറാണ്. ഖുബൂർ സൗജാത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യനബിയുടെ പത്നിമാരുടെ ഖബറാണ് ഇതിന്റെ ഉള്ളിലുള്ളത്. ബഖീലാണ്. ഖദീജ ബീവി മക്കത്താണുള്ളത്. മൈമൂന ബീവി സരിഫ് എന്ന് പറയുന്ന മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള പാതയിൽ മസ്ജിദ് ആയിഷ കടന്നുപോയി ഒരു 4 കിലോമീറ്റർ കഴിഞ്ഞാൽ സരിഫ് എന്ന സ്ഥലം കാണാം. അവിടെയാണ് മൈമൂന. ബാക്കി എല്ലാ പത്നിമാരും ഇവിടെയാണ് കിടന്നുറങ്ങുന്നത്. കൃത്യമായി കാണാൻ കഴിയുന്നുണ്ടാവില്ല എങ്കിലും ഞങ്ങളൊരു മനസ്സുകൊണ്ട് നമ്മൾ മദീനയിൽ നിന്ന് വിട പറയുമ്പോൾ ഇതൊന്ന് കാണാതെ പോകുക എങ്ങനെയെന്ന് കരുതിയിട്ടാണ്. അള്ളാഹു നമുക്കൊക്കെ അവിടെ പോകാൻ തൗഫീഖ് നൽകട്ടെ. മക്കത്തൂദിച്ച നിലാവേ മദീനത്ത നവായ നൂറേ. അപ്പൊ ഈ 2 പുസ്തകം ഉസ്താദ് സംഭാവന ചെയ്തതാണ്. സംഭാവനയല്ല, സോറി, റഫറൻസിന് വേണ്ടി തന്നാണ്. തിരിച്ചു കൊടുക്കണം. ആരോ ഈ പുസ്തകത്തിന്റെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബുയൂത്തു സഹാബ എന്നാണ് ഈ പുസ്തകത്തിന്റെ പേര്. ഹൗല മസ്ജിദുൻ നബവി ഷരീഫ്. മസ്ജിദുൻ നബവിയുടെ സമീപത്തുള്ള, അതിന് ചുറ്റുഭാഗത്തുമുള്ള സഹാബത്തിന്റെ വീടുകളുടെ പഴയകാല ചിത്രവും ചരിത്രവുമാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും മദീനത്ത് പോകുമ്പോൾ ഈ പുസ്തകം വായിച്ചു പോവുകയാണെങ്കിൽ മാഷാ അല്ലാഹ് നിങ്ങൾ അത്ഭുതപ്പെടും. അല്ലെങ്കിൽ ചുമ്മാ നിങ്ങൾ തൃശ്ശൂർ പൂരത്തിന് പോയ പോലെ ആയിരിക്കും. നഊദു ബില്ലാഹ്. അങ്ങനെ താരതമ്യം ചെയ്തതല്ല, അങ്ങനെ പോകരുത് എന്നതുകൊണ്ട് പറഞ്ഞതാണ്. സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ. അദ്ദേഹം ജോലി ചെയ്ത ആ ഈത്തപ്പഴത്തോട്ടം ഇപ്പോഴും അവിടെയുണ്ട്. അൽ മദീനത്തുൽ മുനവ്വറയിൽ ഉണ്ട് ഹബീബിങ്ങളെ. അതാണ് മദീന. മറ്റൊന്ന് ഉസ്താദ് പങ്കുവെച്ചത് കൂടി ഞാൻ നിങ്ങളോട് പറയാം. ഒരു മുഹിബിന്റെ പ്രണയം. ഉസ്താദിന്റെ തൊട്ട അടുത്ത വീട്ടിൽ ഒരു സ്വാലിഹായ മനുഷ്യനുണ്ടായിരുന്നു. ഒരു നാടൻ മനുഷ്യനാണ്, മൊയിലിയരൊന്നുമല്ല, ഒരു നാടൻ മനുഷ്യൻ. അദ്ദേഹത്തിന്റെ ഭാര്യ കഴിഞ്ഞ വർഷമാണ് മരിച്ചത്. അദ്ദേഹത്തിന്റെ ഉപ്പ മരിച്ച് 14 വർഷം കടന്നുപോയി, അല്ലെങ്കിൽ 10-ലേറെ വർഷം കടന്നുപോയിട്ടുണ്ട്. അദ്ദേഹം പറയാണ്, സൂറത്ത് യാസീനും 1000 ലാ ഇലാഹ ഇല്ലല്ലയും ഓതാതെ എന്റെ ഒരു ദിവസം പോലും കടന്നുപോയിട്ടില്ല എന്ന്. ഹബീബിങ്ങൾ, എനിക്ക് കഴിയും, നിങ്ങൾക്ക് കഴിയും. നമ്മൾ ഈ ലോകത്തെക്കുറിച്ച് എന്താണ് മനസ്സിലാക്കിയത്? 1000 ദിക്റും ഒരു യാസീനും പോകാതെ 14 വർഷത്തിനിടയിൽ ഒരൊറ്റ ദിവസം കടന്നുപോയിട്ടില്ല. ഇത് അദ്ദേഹം ഒരു പ്രസംഗത്തിൽ പറഞ്ഞതല്ല. ആര്? ഉസ്താദിന്റെ അയൽവാസി. അയാളൊരു നാടൻ മനുഷ്യനാ, കൂലി വേലക്കാരനാണ്. അപ്പൊ അത് പേര് കിട്ടാൻ വേണ്ടി പറഞ്ഞാലോ, ഉസ്താദിനോടൊരു ഇന്ററാക്ഷനിൽ പറഞ്ഞതാ. സഹോദരങ്ങളെ, അദ്ദേഹം 40 ദിവസം മുമ്പ് മരിച്ചു. ഞാൻ വളാഞ്ചേരിയിൽ പാങ്ങിൽ ഒരു പരിപാടിക്ക് പോയപ്പോൾ സ്റ്റേജിൽ കയറി അദ്ദേഹത്തിന് ഞാനൊരു സാധനം ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് എന്നോട് പറയുന്നില്ല. ഉസ്താദിന് കൊടുക്കാനുള്ള സാധനം. അപ്പോൾ അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് വലിയ പരിചയമുള്ള ആളല്ല. 40 ദിവസം മുമ്പ് മരിച്ചു. 37 ദിവസം മുമ്പ് മരിച്ചു. ഈ ഞായറാഴ്ച അദ്ദേഹത്തിന് 40. അതുമല്ല സംഭവം. മകളോട് അദ്ദേഹം പറഞ്ഞു അത്രേ. ഭാര്യ മരിച്ചു, മകളോടൊപ്പം താമസിക്കുന്നത്. നിന്റെ ഉമ്മച്ചി എന്നെ വിളിക്കുന്നു. ഫാത്തിമ ബീവി
അലിയാർ തങ്ങളോട് പറഞ്ഞൊരു സംഭവം നമ്മൾ ഉദ്ധരിച്ചില്ല. നിന്റെ ഉമ്മച്ചി വിളിക്കുന്നത്. അപ്പോൾ മോൾക്ക് നല്ല ആരോഗ്യമുള്ള മനുഷ്യനാണ്. മോള് പറഞ്ഞു നിങ്ങൾക്ക് എന്താണ്? അല്ല, നിന്റെ ഉമ്മച്ചി എന്നെ വിളിക്കുന്നുണ്ട്. അത് പറഞ്ഞതിൻ്റെ 3-ാമത്തെ ദിവസമാണ് അദ്ദേഹം പുറത്തേക്ക് പോയി. ഒരൊറ്റ ജമാഅത്ത് പോലും അദ്ദേഹം മുടക്കാറില്ല. അദ്ദേഹം ഒരു ആക്സിഡന്റ് പറ്റി കഴിഞ്ഞ റമദാനിൽ. ഹബീബിങ്ങൾ നിങ്ങൾ കേൾക്കണം, ആക്സിഡന്റ് പറ്റിയ അദ്ദേഹത്തിന് എഴുന്നേൽക്കാൻ കഴിയില്ല. ഒരു വലിയ ചരിത്രത്തെക്കാൾ കൂടുതൽ നിങ്ങളെ ഇത് ഇൻസ്പയർ ചെയ്യിക്കും. അത് ഇങ്ങനെ കിടക്കുകയാണ് അത്രേ. ഇന്ന് ഉസ്താദിനോട് പറഞ്ഞതാണ്, ഇങ്ങനെ കിടന്ന അയാൾക്ക് പൊന്താൻ പറ്റാത്ത അയാൾ ഇങ്ങനെ മുസ്ഹഫ് പിടിച്ച് 7 ഖത്മ കഴിഞ്ഞ റമദാനിൽ പൂർത്തീകരിച്ചു. മാഷാ അല്ലാഹ്. നമ്മൾ ഈ റമദാനിൽ 1 ഖത്തം പൂർത്തീകരിച്ചോ? 1 ഖത്തം. 7 ഖത്തം അദ്ദേഹം കഴിഞ്ഞ റമദാനിൽ അല്ലാഹ് പൂർത്തീകരിച്ചു. 30 ദിവസം കൊണ്ട് ഇങ്ങനെ കിടന്നിട്ട് എഴുന്നേൽക്കാൻ കഴിയാത്ത മനുഷ്യൻ മുസാഫ് ഇങ്ങനെ വെച്ചു കൊടുത്തു. അത്ര ഈമാനുള്ള മനുഷ്യൻ. എല്ലാ ദിവസവും 1 കൊല്ലത്തിൽ അദ്ദേഹം ഖബർ ഷരീഫിൽ പോകും. എല്ലാ ദിവസവും പത്നിയിലെടുത്ത് അദ്ദേഹം പറയാം, ഞാൻ അവളോട് സംസാരിക്കാറുണ്ട്. അദ്ദേഹം ഭ്രാന്തനൊന്നുമല്ല കേട്ടോ, നല്ല ഇന്റലിജന്റ് അയാളാണ്. എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ ഭാര്യയോട് പോയി പറയും, ഭാര്യ എന്നോട് മറുപടി പറയുന്നു. എൻ്റെ ഉസ്താദ് ഇന്ന് അത്ഭുതത്തോടെ എന്നോട് പറയാണ്, അദ്ദേഹം അങ്ങനെ പറഞ്ഞു, അദ്ദേഹത്തിന് മറുപടി കിട്ടുന്നുണ്ട് എന്ന്. ചുമ്മാ പറയല്ല, അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ മരിക്കുന്നതിന്റെ 3 ദിവസം മുമ്പ് ഖബറിന്ന് അദ്ദേഹത്തോട് പറയാത്ത, ഖബറിന്ന് അദ്ദേഹം പറഞ്ഞില്ല, ഭാര്യ എന്നോട് പറഞ്ഞു, മരിക്കുന്നതിന്റെ മുമ്പ് ഉസ്താദിനോട് പങ്കുവെച്ചതാണ് ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ മകളോട്, നിങ്ങൾ ഇങ്ങോട്ട് വരൂ, എന്തിനാണ് വിഷമിക്കുന്നത് എന്ന് ഭാര്യ പറഞ്ഞു എന്ന്. അത് പറഞ്ഞതിന്റെ 3-ാമത്തെ ദിവസം അദ്ദേഹം ഒരസുഖം ഉണ്ടായിരുന്നില്ല. പുറത്തു വന്നു, കൈയും കാലം കഴുകി ടോയ്ലറ്റിൽ ഒതുണ്ടാക്കാൻ കയറി വീണു, മരിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കുമ്പോൾ നിങ്ങളെ 14 കൊല്ലത്തിൽ ഒരൊറ്റ ദിവസം പോലും 1000 തഹ്ലീലും 1 യാസീനും എൻ്റെ വാപ്പാക്ക് ഞാൻ ഓതാതിരുന്നിട്ടില്ലെന്ന് പറഞ്ഞ മനുഷ്യൻ കഴിഞ്ഞ റമദാനിൽ ആക്സിഡന്റ് പറ്റി കിടന്ന് 30 ദിവസം കൊണ്ട് 7 ഖത്മുൽ ഖുർആൻ പൂർത്തീകരിച്ച മനുഷ്യൻ, ജീവിതത്തിൽ അറിഞ്ഞുകൊണ്ട് ഒരു ജമാഅത്ത് പോലും നഷ്ടപ്പെടാതിരുന്ന മനുഷ്യൻ, വിശുദ്ധനായ സാധാരണക്കാരൻ. അദ്ദേഹം മരിച്ച നാളെ മറ്റന്ന് 40 ഞാൻ ഇത് പറഞ്ഞ ഉസ്താദിനോട് സമ്മതം വാങ്ങി. ഞാനിത് എൻ്റെ ഹബീബിങ്ങളോട് ലൈവിൽ പറയും. അവർ മദീനയിൽ മനസ്സുകൊണ്ട് നിൽക്കുന്നവരാണ്. ഉസ്താദ് ഒന്ന് ചിരിക്കേ ചെയ്തുള്ളൂ. ആ ചിരി സമ്മതമായതുകൊണ്ട് ഞാൻ പറയാം. എനിക്ക് അദ്ദേഹത്തെ പരിചയമില്ല, അദ്ദേഹം ഒരു നേതാവല്ല, വലിയ പണക്കാരനല്ല, സാധാരണക്കായ ഒരു കൂലി വേലക്കാരനെ 10,000-കണക്കിന് ആളുകൾ സാധാരണക്കാരനായ ഒരു മനുഷ്യനെ ഞാൻ ഈ ലൈം ലൈറ്റിൽ കൊണ്ടുവന്ന് നിർത്തുന്നത് 10,000-കണക്കിന് ആൾക്കാർ കാണും. ഇന്നലത്തെ നമ്മുടെ ലൈവ് 24,000 ആളുകൾ ഇത് കണ്ടു കഴിഞ്ഞു എന്നാണ് ഞാൻ നേരത്തെ നോക്കി മനസ്സിലായി. അത്രയാൾ ഇത് കേൾക്കുമ്പോൾ ഒരു പ്രാർത്ഥന നിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി ഒന്ന് കൈ ചേർത്ത് പിടിച്ചോളൂ. ഞാൻ നിങ്ങളെ കാണുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നെ കാണുന്നുണ്ട്. എവിടെയൊക്കെയോ ഭൂമിയുടെ വിദൂര പദങ്ങളിൽ നിന്ന് മദീനയെ പ്രണയിക്കുന്നവരെ ആ മനുഷ്യൻ റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ടിട്ടുണ്ട് ഒരുപാട് തവണ എന്ന് എൻ്റെ ഉസ്താദിനോട് പറഞ്ഞു. നിങ്ങൾ കണ്ടോ? നിങ്ങൾ കണ്ടോ? നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടോ? അതുകൊണ്ടൊരു പ്രാർത്ഥന, അല്ലാഹുവേ നീ അദ്ദേഹത്തിന് മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ, മർഹമത്ത് കൊടുക്കണേ അല്ലാ, സ്വർഗം കൊടുക്കണേ അല്ലാ, അദ്ദേഹത്തിൻ്റെ സംതപ്ത കുടുംബത്തിന് സമാധാനം കൊടുക്കണേ അല്ലാ. മാഷാ അല്ലാ. നമുക്ക് ആ മനുഷ്യന് ദുആ ഇരുന്നത് കൊണ്ട് നമുക്ക് ചിലപ്പോൾ സ്വർഗം കിട്ടിയാലോ. ഹബീബിങ്ങളെ, ഞാൻ പറയാൻ വിചാരിച്ച വിഷയം എത്തുന്നില്ല. ഞാനിങ്ങനെ മദീനയിലൂടെ ലയിച്ച് അങ്ങനെ പറഞ്ഞു പോയി 5:20 എത്തുകയാണ്. നിർത്തിയ നിങ്ങൾക്ക് ദേഷ്യപ്പെടുമെന്ന് എനിക്കറിയില്ല. ഒരു സംഭവം ഞാനൊന്ന് ഓടിപ്പിച്ച് പറഞ്ഞു പോവാം. മദീന ത്രസിപ്പിച്ച വികാരങ്ങൾ എന്തൊക്കെയാണ്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിയിൽ ഇരിക്കുകയാണ്. അവസാനത്തെ റമളാൻ വിട പറയുന്ന ദിവസമായതുകൊണ്ട് രണ്ടും കൂടി ചേർത്തുകൊണ്ട് പറയാം, മദീന ത്രസിച്ചുപോയ അന്നൂറാനിയത്തുൽ മുഹമ്മദിയുടെ മുന്നിൽ ആ മഹാവ്യക്തിത്വത്തിന്റെ തിരുശോഭയെ സഹാബത്ത് എങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്തതെന്ന് അറിയിക്കാൻ വേണ്ടിയാണ്. നോക്കൂ, ഞാനീ പറഞ്ഞ ആളുടെ പേരെനിക്ക് ഓർമ്മയില്ല. വീട് വളാഞ്ചേരിക്കടുത്തുള്ള സൗത്ത് പാങ്ങിലാണ്. കൃത്യമായി പറയുന്നത്, ഇനി ആരെങ്കിലും ഇത് അത്ഭുതത്തോടെ കേൾക്കുമ്പോൾ നുണയാണോ എന്ന് ചിന്തിക്കേണ്ട. വളാഞ്ചേരിയിലെ സൗത്ത് പാങ്ങിലാണ്. അദ്ദേഹത്തിന്റെ റേഷൻ കട സ്റ്റോപ്പിലാണ് അദ്ദേഹത്തിന്റെ വീട്. ഇത്രയും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ ഖബറിനോട് സംസാരിച്ചയാളെന്നും? നമുക്ക് എപ്പോഴും ശങ്കയാണ്, സംശയമാണ്. കാരണം നമുക്ക് പറ്റാത്തത് മറ്റൊരാൾക്ക് പറ്റില്ല എന്നാണ്. ഭാര്യ എന്നെ വിളിച്ചു എന്ന്, മരിച്ചിട്ടല്ല പറയുന്നത്, മരിക്കുന്നതിന്റെ മുമ്പ് അദ്ദേഹം പറഞ്ഞു. അതിന്റെ 3-ാമത്തെ ദിവസം മരിക്കുന്നത്.
ആലോചിച്ച് നോക്ക്, അയാളുടെ ക്വാളിറ്റി എന്താണ്? ഹുബ്ബുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ്. പരിശുദ്ധ റസൂലുള്ളാഹിയോടുള്ള സ്നേഹം മാത്രമാണ്. ദാറ്റ്സ് എ പവർ ഓഫ് ലവ്. കഴിയോ എനിക്ക് നിങ്ങൾക്ക്? എന്തൊരു ഭാഗ്യവാനാണ് അയാൾ, എന്തൊരു സൗഭാഗ്യവാനാണ് അയാൾ. മാഷാ അല്ലാഹ്. സ്നേഹിച്ചോളൂ ഹബീബിനെ എന്ന് ഞാൻ പറയുന്നില്ല, അതറിയാതെ വന്നുപോയ വാക്ക്. സ്നേഹിച്ചിട്ടില്ല എന്നൊരു നൊമ്പരം പൊട്ടണം നമ്മുടെ ഹൃദയത്തിൽ. നമ്മൾ ഹബീബിനെ അല്ലാത്തവരെയൊക്കെ സ്നേഹിച്ചിട്ടുണ്ട്, ഹബീബിനെ സ്നേഹിക്കാൻ പറ്റിയിട്ടില്ല എന്നൊരു നൊമ്പരം. ഒരു സഹാബി ഓടി വന്നുകൊണ്ട് പറയുകയാണ്, മാഇസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, തഹിർനി യാ റസൂലല്ലാഹ്, എന്നെ ഒന്ന് ശുദ്ധിയാക്കി തരണേ നബിയെ, എന്നെ ഒന്ന് ശുദ്ധിയാക്കണേ നബിയെ. ആ പ്രയോഗം ഒരു മഹാപാപം ചെയ്തയാളാണ് അങ്ങനെ വന്ന് പറയുക. ഒരു ചെറിയ തെറ്റ് ചെയ്താൽ അങ്ങനെ പറയേണ്ടതില്ല. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, വൈ ഹാക്ക് ഇർജി വസ്തഗ്ഫിരില്ല, പോകൂ, നിങ്ങൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേട് എന്ന് വെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മനസ്സിലായി ഇയാൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ്. പ്രവാചകന്റെ മുഖം മാറിയപ്പോൾ മാഇസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു എന്ന് പറയും, അദ്ദേഹം തിരിച്ചുപോയി. കുറച്ചു കഴിഞ്ഞ് അദ്ദേഹം വീണ്ടും തിരിച്ചു വന്ന് പറഞ്ഞു, ത്വഹിർനി യാ റസൂലല്ലാഹ്, എന്നെ ഒന്ന് ശുദ്ധിയാക്കണേ നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ചെറിയ ദേഷ്യം വന്നു. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല അവിടെ ഇരിക്കുന്നത്, ആ സദസ്സിൽ പ്രഗത്ഭരായ സഹാബത്തുണ്ട്, ഒരുപാട് ആളുകൾ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം വീണ്ടും പോയി, കുറച്ച് കഴിഞ്ഞ് വീണ്ടും തിരിച്ചു വന്നു. വാവ്. മൂന്നാമത് അദ്ദേഹം പറഞ്ഞു, തഹിർനി യാ റസൂലല്ലാഹ്, എന്നെ ഒന്ന് ശുദ്ധിയാക്കണേ നബിയേ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 തവണ അദ്ദേഹത്തെ പിന്തിരിപ്പിച്ചിട്ടും വീണ്ടും അവർ ചോദിച്ചു, എന്താണ്, എന്തുട്ട പ്രശ്നം, നീ എന്തിനാണ് ഇങ്ങനെ പോകാൻ പറഞ്ഞ് വീണ്ടും വീണ്ടും വരുന്നത്? ഫഖാല മിനസ്സിനാ, ഞാൻ വ്യഭിചരിച്ചു നബിയേ. ഒരു സ്വഹാബിയാണിത് പറയുന്നത്. ആലോചിക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിൽ കണ്ട, അവിടത്തെ ജീവിതത്തെ അനുധാവനം ചെയ്ത, ഈമാനിന്റെ വശ്യത അനുഭവിച്ച സ്വഹാബി പറയുകയാണ് ഞാൻ വ്യഭിചരിച്ചു എന്ന്. സഹാബത്ത് ഞെട്ടി. റസൂലുള്ളാഹി ഞെട്ടുന്നില്ല, കാരണം റസൂലുള്ളാഹിക്ക് അറിയാം ഇയാൾ ഇതാണ് പറയാൻ പോകുന്നത് എന്ന്. ആ സദസ്സിൽ വെച്ച് അദ്ദേഹം അത് പറയാതിരിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് പുണ്യനബി മനഃശാസ്ത്രപരമായി അദ്ദേഹത്തെ പിന്തിരിപ്പിക്കുന്നത്. എന്നിട്ട് റസൂലുള്ളാഹി ചോദിക്കുന്നുണ്ട്, അബിഹി ജുനൂൻ, സഹാബത്തിനോട് ഇയാൾക്ക് വട്ടെന്തെങ്കിലും ഉണ്ടോ, ഭ്രാന്ത്? കാരണം ആ പറഞ്ഞത് സത്യമല്ലാതിരിക്കട്ടെ, വ്യഭിചരിച്ചു എന്നൊക്കെ ഒരാൾ പരസ്യമായി പറയല്ലേ. വിഷയം മാഇസ് ബിൻ മാലിക് വ്യഭിചരിച്ചതോ ശിക്ഷിച്ചതോ ഒന്നുമല്ല. വിഷയം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ സഹാബത്ത് പറഞ്ഞു, ഇല്ല നബിയെ, ഐ ആം റിയലി സോറി, 5:20 1 മണിക്കൂർ പിന്നിട്ടു, ആർക്കെങ്കിലും ധൃതി ഉണ്ടെങ്കിൽ പൊയ്ക്കോളൂ, ഞാൻ ഏതായാലും ഈ വിഷയം ഒന്ന് കൺക്ലൂഷൻ ചെയ്തിട്ടേ പോകുന്നുള്ളൂ, നിങ്ങൾക്ക് വിഷമമൊന്നുമില്ലല്ലോ, 588 ആൾക്കാർക്ക് ഇപ്പോൾ ലൈനിലുണ്ട്, ഒന്ന് ഷെയർ ചെയ്തോളൂ, ഇനി ഞാൻ നിങ്ങളോട് പറയില്ല, ഒരുപക്ഷെ നാളെയും കൂടി പറയുമായിരിക്കും. നാളെ അൽ മദീനത്തുൽ മുനവ്വറയിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് പറഞ്ഞ് കണ്ണുനീരോടെ റൗള ഷരീഫിനോട് മനസ്സുകൊണ്ട് നമ്മൾ സലാം പറയാണ്. മനസ്സവിടെ നിന്ന് ഒരിക്കലും വിട്ടുപോകില്ല എന്നറിയാം. പക്ഷേ ഈ സ്വാഭാവികമായ ലൈവ് സ്ട്രീമിൻ്റെ 25-ാം ദിവസം അവിടെ നിർത്തേണ്ടി വന്ന സാഹചര്യം, നമ്മൾ പെരുന്നാളിൻ്റെ തിരക്കിലേക്കും, ഒരുപക്ഷെ തിരക്കൊന്നുമില്ലെങ്കിലും അങ്ങനെ ഒരു പ്രത്യേക അവസ്ഥയിൽ നമുക്ക് സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. തിരക്കുള്ളവരൊക്കെ പോയിക്കോളൂ, യാതൊരു കുഴപ്പമില്ല. പക്ഷെ തിരക്ക് ആൾക്കാർ കൂടുക ചെയ്തത് ഇല്ല എന്നാണ് എല്ലാവരും, സഹല, സുബൈർ, അബ്ദുള്ള കുട്ടി എല്ലാവരും പോകുന്നില്ല എന്നാണ് പറഞ്ഞു. മാഷാ അല്ലാ, നിങ്ങൾ നോക്കൂ, ഒരു സഹാബിയാണ്, തീരെയില്ല. ഓക്കെ, താങ്ക് യു. എന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ല, മദീനയോടുള്ള ഇഷ്ടം കൊണ്ടാന്ന് എനിക്കറിയാം. അബിഹി ജുനൂൻ, ഇയാൾക്ക് വല്ല ഭ്രാന്തമുണ്ടോ? സഹാബത്ത് പറഞ്ഞു, ഇല്ല നബിയെ, ഭ്രാന്തൊന്നുമില്ല. അശ്ശരിബ ഖംറൻ, ഇയാൾ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഇയാൾ പറയുന്നത് സത്യമല്ല എന്നിങ്ങനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, മദ്യപിച്ചിട്ടുണ്ടോ? അപ്പോൾ ഒരു സഹാബി മാഇസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് ചെന്ന് വായ ഇങ്ങനെ മണത്തു നോക്കി എന്ന് പറഞ്ഞു, നബിയെ, മദ്യപിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുഴി കുത്താൻ വേണ്ടി പറഞ്ഞു. ഉസ്താദിനെ അനുസരിച്ച് ലൈവ് തുടരണം. ഭയങ്കര ഒരു കൊളുത്താണല്ലോ അദ്ദേഹം കമന്റ് ചെയ്തേക്കുന്നത്. എൻ്റെ ഉസ്താദ് പറഞ്ഞതിന് ഞാൻ ഇന്നുവരെ ജീവിതത്തിൽ എതിര് ചെയ്തിട്ടില്ല. ഉസ്താദ് നിർത്തുകയാണോ എന്നേ ചോദിച്ചിട്ടുള്ളൂ, നിർത്തരുത് എന്ന വാക്ക്
പറഞ്ഞിട്ടില്ല. ഒരു പക്ഷേ ഉസ്താദ് ഈ ലൈവ് കാണുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഓർക്കുന്നുണ്ട് ഉസ്താദ് നിർത്തരുത് എന്നോട് പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ തുടരുമായിരുന്നു. ഉസ്താദ് പറഞ്ഞത് നിർത്തുകയാണെന്ന് പറഞ്ഞല്ലോ ഇന്നലെ എന്നാണ്. ഞാൻ പറഞ്ഞിരുന്നത് 2 ദിവസം കൊണ്ട് നമ്മൾ നിർത്താൻ പോവുകയാണ്. ഉസ്താദ് അങ്ങനെയാണ് കേട്ടത്. അതുകൊണ്ട് ആ കമൻ്റ് ഇട്ടിട്ട് നമ്മൾ തുടരാൻ വേണ്ടി ഇൻഷാ അല്ലാഹ്. നമുക്ക് വാശിയൊന്നുമില്ല. കുറേ എനിക്ക് ഒരു മാറ്റം ഉണ്ടായി 25 ദിവസം കൊണ്ട്. സത്യമായും ഞാൻ മതപ്രസംഗ വേദിയിൽ സംസാരിക്കുന്ന വിഷയങ്ങളല്ല ഇവിടെ സംസാരിച്ചത്. സ്ഥിരമായി ശ്രോതാക്കളാണല്ലോ. നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്ക്. ഇതിനു വേണ്ടി റഫറൻസ് ചെയ്ത് മനസ്സതിൽ ലയിപ്പിച്ച് കുറേ ദിവസം സമയം എടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഒരു പ്രതിഫലവും ഇല്ലാതെ പറഞ്ഞതാണ്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് കൽബിൽ മാറ്റം ഉണ്ടായി. വലിയ ഇബാദത്ത് ചെയ്യുന്ന ആളല്ല ഞാൻ ഇടയ്ക്കെടുത്ത് പറഞ്ഞു. നിങ്ങൾക്ക് ഒരുപാട് ആൾക്ക് മാറ്റം ഉണ്ടായി. ഞാൻ തുറന്നു പറയാത്തത് സമയദൈർഘ്യം കൊണ്ടും പിന്നെ അതൊക്കെ ഒരു എന്തോ ആയിപ്പോവും. എൻ്റെ മെസ്സഞ്ചർ ബ്ലോക്കാകുമെന്ന് ഞാൻ പേടിക്കുകയാണ്. എനിക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത വിധം. അതൊക്കെ ഉസ്താദുമാർ വളരെ കുറച്ചുള്ളൂ. ഞാൻ പറയണത് വളരെ സാധാരണക്കാരായി ജീവിക്കുന്ന ആളുകൾ, ഷോപ്പിലൊക്കെ പണിയെടുക്കുന്ന ആൾക്കാർ. വല്ലാഹി ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സാക്ഷി. ഞാൻ റസൂൽ സാക്ഷി എന്ന് പറയണമെങ്കിൽ കളവ് പറയാൻ പറ്റത്തില്ല. എനിക്ക് റസൂലുള്ളാഹിന്റെ അരികിൽ പോയി സലാം പറയുമ്പോൾ എൻ്റെ റസൂൽ മടക്കൂല എന്ന് ബോധിപ്പിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ പറയാം റസൂൽ സാക്ഷി. പാപം ചെയ്തു ഉസ്താദെ, നിങ്ങൾ ഇന്ന ആളെ പറ്റി പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് പൊട്ടി. ഞാനിനി സലാത്ത് ചെല്ലുമെന്ന് പറഞ്ഞ ആളുകൾ, എനിക്ക് പേര് ഓർമ്മയില്ല. അള്ളാഹുവേ നീ സാക്ഷി. അത് മതി ഹബീബിങ്ങളെ, അത് മതി. അതിലപ്പുറം എനിക്കൊന്നും വേണ്ട. തിരിച്ചു പോന്നു മദീനയിലേക്ക്. അശരിബ ഖംറൻ, മായിസ് മദ്യപിച്ചിട്ടുണ്ടോ? ഇല്ല നബിയെ. മായിസിന് വേണ്ടി ഒരു കുഴി കുത്തി വ്യഭിചാരിക്ക് എറിഞ്ഞു കൊല്ലാൻ വിധിക്കപ്പെട്ടു. ആ കുഴിയിലേക്ക് ഇറക്കി നിർത്തി മായിസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. ആളുകൾ ചോദിച്ചു, മായിസേ നീ എന്തിനാടാ ഈ പാപം വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞേ? നിനക്ക് മറച്ചു വെക്കാമായിരുന്നില്ലേ? അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടി, എനിക്കെന്റെ ഹബീബിനെ മറക്കാൻ പറ്റുന്നില്ല. നാളെ മഹ്ശറയിൽ അല്ലാഹുവിന്റെ റസൂൽ തിരിച്ചറിയുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് ശിക്ഷ ഏറ്റുവാങ്ങാനാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഹബീബിന്റെ മുന്നിൽ നാളെ മഹ്ശറയിൽ പാപിയായി നിൽക്കാൻ മായിസിന് കഴിയുന്നില്ല എന്നാണ് പറഞ്ഞ് ഇറക്കി നിർത്തി. കല്ലുകളെടുത്ത് സഹാബത്ത് എറിയുകയാണ് മായിസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ശിരസിലേക്ക്. നിങ്ങളാണ് ഞാനാണ് ആ കുഴിയിൽ എന്ന് ആലോചിച്ച് നോക്കും. കരിങ്കൽ ചീലുകൾ നമ്മുടെ നെറ്റിയിൽ വന്ന് പതിക്കുന്ന അരംഗമൊന്ന് ആലോചിച്ച് നോക്കും. കണ്ണിൽ വന്ന് പതിക്കുന്ന, നമ്മുടെ ചുണ്ടിൽ വന്ന് പതിക്കുന്ന, നമ്മുടെ തലയെ തകർക്കുന്ന കല്ലേറ്, ശരീരം പൊളിക്കുന്ന, രക്തം ധാരധാരയായി വീഴുകയാണ് മായിസ് ബിൻ മാലിക്. യാ അല്ലാഹ്, യാ അല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് മായിസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. ആ കുഴിയിൽ രക്തം വാർന്ന് കല്ലേറ് സഹിച്ച് മരണപ്പെട്ടു പോയി മായിസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. നമ്മുടെ നാട്ടിലാണെങ്കിൽ അയാളോടുള്ള വീക്ഷണം എന്തായിരിക്കും? ചാവക്കാട്ട്, തൃശ്ശൂർ, കോഴിക്കോട്, കാസർഗോഡ്, അബുദാബിയിൽ, ഷാർജയിൽ എവിടെയാണെങ്കിൽ അയാളുടെ വീക്ഷണം എന്താണ്? സമൂഹത്തിൽ അയാളെ നമ്മൾ ഒറ്റപ്പെടുത്തില്ലേ? പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മരണം കഴിഞ്ഞ് വേദനിച്ചു. വ്യഭിചരിച്ച ഒരാൾക്ക് വേണ്ടി റസൂലുള്ളാഹി വേദനിച്ചു. പള്ളിയിലിരുന്നു കണ്ണുനീരോടെ. യാത്ര പോകുമ്പോൾ 2 ആളുകൾ ദിവസങ്ങൾക്ക് ശേഷം പറയാണ്, ആ മായിസ് ബിൻ മാലിക്കിന്റെ ഒരു ഗതികേടെ, അയാൾ വ്യഭിചരിച്ചു. ഒന്ന് നെഗറ്റീവായി കമന്റ് ചെയ്തു മായിസ് ബിൻ മാലിക് റളിയല്ലാഹുവിനെ കുറിച്ച്. റസൂലുള്ളാഹി തിരിഞ്ഞു നോക്കി. ഹബീബായ നബിയുടെ നൂറാനിയത്തിന്റെ പ്രശോഭിതമായ മുഖകമലം ദേഷ്യത്തിന്റെ ശോണിമ പൂത്തു. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ അവിടെ ഒരു നായ ചത്ത് കിടക്കുന്നത് കണ്ടു. റസൂലുള്ളാഹി വിളിച്ചു. നേരത്തെ മായിസ് ബിൻ മാലിക്കിനെ പറഞ്ഞ ആൾക്കാർ ഇങ്ങോട്ട് മുന്നോട്ട് വരൂ. അവർ വളരെ സന്തോഷത്തോടെ വന്നു. കാരണം വ്യഭിചരിച്ച ആള്, കല്ലേറ് കൊണ്ട് മരിച്ച ആളല്ലേ. സന്തോഷത്തോടെ വന്നപ്പോൾ പറഞ്ഞു, കുലൂ മിൻഹ, നിങ്ങൾ ഇതിൽ നിന്ന് കഴിക്ക്. ചത്ത നായുടെ ശവം നിങ്ങൾ കഴിക്ക്. അവർ പറഞ്ഞു, നബിയെ ശവമോ? അതും നായയുടെയോ? അതെ, നിങ്ങൾ നേരത്തെ എന്റെ മായിസ് ബിൻ മാലിക്കിനെ കുറിച്ചല്ലേ പറഞ്ഞത്? നിങ്ങൾക്കറിയുമോ, ലഖദ് താബ തൗബ, ലഖദ് താബ തൗബ ലൗ ഖുസിമത് ബൈന ഉമ്മ ലവസിഅതുഹും. എന്റെ മായിസ് ബിൻ മാലിക് ചെയ്ത പാപമുണ്ട്, തൗബയുണ്ടല്ലോ, തൗബ, അത്
എന്റെ സമുദായത്തിൽ മൊത്തം വിഹിതിച്ചാൽ പോലും അവർ കോഹരി വെക്കാൻ മതിയാകുന്ന അത്രയും വിശാലമായ തൗബയാണ് എന്റെ മായിസ് ബിൻ മാലിക് ചെയ്തത് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ പോയിന്റ് ആ ശിക്ഷയോ അവിടെ ഗീബത്ത് പറഞ്ഞതോ ഒന്നുമല്ല. അതൊക്കെ നിങ്ങൾക്ക് വികസിപ്പിച്ച് ഡെവലപ്പ് ചെയ്ത് ഈ വിഷയത്തെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകാം. ഗീബത്തിന്റെ മാരകമായ ആഘാതം നമ്മൾ ആലോചിച്ച് നോക്കുക. പക്ഷേ ഞാൻ കാണുന്ന പോയിന്റ്, ഞാൻ ഫോക്കസ് ചെയ്യുന്നത് മായിസ് ബിൻ മാലിക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് പറയാൻ കാണിക്കുന്ന വികാരമുണ്ടല്ലോ, ഒറ്റക്ക് ചെയ്ത അല്ലെങ്കിൽ വേറെ ഒരു സ്ത്രീയുമായി അഭിരമിച്ച പതിരാവിന്റെ നിശബ്ദതയിൽ ആ രണ്ടുപേരും അല്ലാഹുവും അല്ലാതെ മറ്റാരും അറിയാത്ത രഹസ്യത്തെ ഹബീബിന്റെ മുന്നിൽ വന്ന് ശിക്ഷ ഏറ്റുവാങ്ങുന്ന ആ വൈകാരികമായ മുഹൂർത്തം, അത് ഹുബ്ബുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഒന്നുകൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലേക്ക് ജുബൈർ ഒരു സഹാബി വരികയാണ്. അദ്ദേഹം കാണാൻ ഇത്തിരി വിരൂപനാണ്. 5:30 ഹബീബിങ്ങളെ ഒന്ന് ഷെയർ ചെയ്തോളൂ. ഞാൻ ഈ പറയാൻ പോകുന്ന മായിസ് ബിൻ മാലിക്കിനെ സ്വർഗത്തിൽ വെച്ച് കാണണം. നമുക്ക് മലക്കുകൾ പോലും കരഞ്ഞുപോയി ആ സഹാബിയുടെ ശിക്ഷ ഏറ്റുവാങ്ങിയിട്ടെന്ന്. അതാണ് മനുഷ്യന്മാരെ ഹില്ലർ സാഹിബ് പറയുന്നുണ്ട്, കരയിപ്പിക്കുന്നു. ജീവൻ തുടിക്കുന്ന വാക്കുകൾ റജി മൻസൂർ. ഞാനത് ബോധപൂർവം പ്രയോഗിക്കുന്നതല്ല. ഞാനും നിങ്ങളും മദീനത്താണ്. നിങ്ങളിങ്ങനെ കമന്റ് ചെയ്യുമ്പോഴാണ് ഞാൻ ഇങ്ങനെ തൃശ്ശൂരിക്ക് ചാവക്കാട്ടേക്ക് വരുന്നത്. മദീനത്താണ്, അതുകൊണ്ടാണ് അങ്ങനെ ത്രസ്റ്റ് പറഞ്ഞത്. ആ സഹാബിയൻ വിരൂപനാണ്, കല്യാണം കഴിച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ വന്നപ്പോൾ ഹൽ തസവ്വജ്ത, കല്യാണമൊക്കെ ഒന്ന് കഴിക്കണ്ടേ എന്ന് ചോദിച്ചു. ആ സഹാബി അങ്ങ് കരഞ്ഞു. മുഖത്ത് പാടുകളില്ല, കുരുക്കളുള്ള. ഇത് പറയുമ്പോൾ ഞാനും നിങ്ങളും ചിന്തിച്ചു നോക്കും, നമ്മുടെ മക്കൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കുമോ? നമ്മുടെ സഹോദരിക്ക് നമ്മൾ കല്യാണം കഴിച്ചു കൊടുക്കുമോ? വസൂരിക്കലയുള്ള മുഖത്തിങ്ങനെ ഈ കുരുക്കൾ ഇങ്ങനെ തൂങ്ങിയാടുന്ന കറുത്തു വിരൂപനായ ഒരാൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കുമോ? നമ്മൾ എത്ര വലിയ തക്കുവള്ള ആളാണെങ്കിലും. അദ്ദേഹം പറഞ്ഞു, വമൻ യുസവ്വിജ്നി യാ റസൂലല്ലാഹ്, ആരാണ് എനിക്ക് കല്യാണം കഴിച്ചു തരാം? ആഗ്രഹമുണ്ട്. എൻ്റെ മുഖത്തെ പാടുകൾ, എൻ്റെ ഈ വൈരൂപ്യം ഒരു പെണ്ണും എന്നെ സഹിക്കോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സങ്കടമായി. അൽ മദീനത്തുൽ മുനവ്വറയിൽ കണ്ട വേദനയുടെ ഒരു രംഗമായിരുന്നു അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെയുള്ള ഒരു പണക്കാരൻ്റെ ആളയച്ച് വരുത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഞാനൊരു പുതുമളവാളിനെ തരാൻ പോവാ. നിങ്ങളുടെ കുറച്ചുകൂടിയൊക്കെ വൈകാരികമായി 1K ഷെയറായി, മാഷാ അല്ലാഹ്. അത് ചെയ്ത എല്ലാവർക്കും നീ പ്രതിഫലം നൽകണേ തമ്പുരാനെ. ഷെയർ ചെയ്തതിന് ദ്വായിരുന്നു എന്ന് പറഞ്ഞ് നാളെ കമൻ്റ് ഉണ്ടാകും. ഇന്ന് നമ്മുടെ കമൻ്റ് ഇടുന്ന സഹോദരൻ വന്നിട്ടില്ല, ഇന്നലെ അപൂർവമായിട്ട് വന്നിട്ടുള്ളൂ. അവരുടെയൊക്കെ മനസ്സ് മാറിയെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ അങ്ങനെ ഒരു തലത്തിൽ നിന്ന് സംസാരിക്കുന്നത്. ഇനിയിപ്പോൾ അത് പറഞ്ഞതിൻ്റെ പേര് വാശി തീർക്കാൻ വേണ്ടി വരുമെന്ന് എനിക്കറിയില്ല. വന്നാലും പുഞ്ചിരി മാത്രമേ ഉള്ളൂ. എൻ്റെ ഉസ്താദും ചോദിച്ചു, നീ ആരെയോ ചീത്ത പറയുന്നത് ഞാൻ കേട്ടല്ലോ എന്ന് എന്നോട്. ഞാൻ പറഞ്ഞു, ചീത്ത ഒന്നും പറഞ്ഞിട്ടില്ല. അല്ല, എന്തോ മറുപടി പറഞ്ഞല്ലോ എന്ന് എന്നോട് പറഞ്ഞു. എനിക്ക് ചിരി വന്നു. നിന്റെ മകൾക്കൊരു ഭാര്യയെ തരാം, ഭർത്താവിനെ തരാം. ആരാണ് നബിയെ? ഇദ്ദേഹമാണ്. ആ വന്ന ആളുടെ മുഖം അങ്ങ് മാറി. സഹാബിയാണ്. അപ്പൊ ഈ സഹാബത്തിന്റെ ഇടയിലും ഇങ്ങനത്തെ മാനസികമായ വിഷമങ്ങളും സ്വഭാവ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളുകളെ നിങ്ങൾ ആലോചിച്ച് നോക്ക്. 14 നൂറ്റാണ്ടിന്റെ ദൈർഘ്യം അൽ മദീനയുമായി, മുനവ്വറയുമായി, ഹബീബുമായി നമുക്കുണ്ട്. എന്നിട്ട് ഈ ലോകത്ത് തെറ്റ് ചെയ്യുന്ന ഒരാളെ നിങ്ങൾ വിമർശിക്കുന്നത് എന്തിനാ? അയാൾക്ക് പൊറുക്കല്ല തേട് ഹബീബിങ്ങളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മായിസ് ബിൻ മാലിക്കിന് വേണ്ടി പറഞ്ഞ വാക്കെന്താണെന്നറിയോ? ഇസ്തഗ്ഫിറൂ ലി മായിസ് ബിൻ മാലിക്. നിങ്ങൾ മായിസ് ബിൻ മാലിക്കിന് വേണ്ടി പൊറുക്കല്ല തേട്, വ്യഭിചരിച്ച ആൾക്ക് വേണ്ടി എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമ്മുടെ നാട്ടിലാണെങ്കിലോ വ്യഭിചരിക്കൊന്നും വേണ്ട, വേറൊരു തെറ്റ് ചെയ്താലോ നമ്മൾ അയാളെ നോക്കിക്കാണുന്നത് എങ്ങനെയാണ്? സാമാന്യവൽക്കരിച്ച് കളയില്ലേ നമ്മൾ? ഒരു സമൂഹത്തെ മൊത്തം നമ്മൾ കുറ്റപ്പെടുത്താൻ തുടങ്ങില്ലേ? എന്നിട്ട് നമ്മൾ ഭയങ്കര ഹജ്ജിമാരും ഉംറക്കാരും മാലിന്യ കമ്മിറ്റിക്കാരും പണ്ഡിത നേതൃത്വവും അങ്ങനെ ഭയങ്കര സംഭവങ്ങളാണ് നമ്മൾ. സ്വന്തം തെറ്റൊരിക്കലും നിരീക്ഷിക്കാതെ അന്യവന്റെ ചെറുതെറ്റിനെ പോലും പർവ്വതീകരിക്കുന്ന സോഷ്യൽ മീഡിയയുടെ ആപൽക്കരമായ ഈ ആസുരമായ കാലത്ത് ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്. വീണ്ടും മദീനയിലേക്ക് പോകാം. അദ്ദേഹം ആ സഹാബി പറഞ്ഞു. അപ്പൊ നമ്മൾ ആ സഹാബി പോലും റസൂലുള്ളാഹിയുടെ മുന്നിൽ ആ കറുത്ത സഹാബിയെ വിരൂപനെ കണ്ടപ്പോൾ മനസ്സൊന്നു പോയി എന്ന് മുത്തുനബി പറഞ്ഞിട്ടേ. അതാ ഞാൻ പറഞ്ഞു, റസൂലുള്ളാഹിനെ പിൻപറ്റാൻ നമുക്ക് പറ്റൂല എന്ന് 25 ദിവസം ഒരു തവണയെങ്കിലും ഞാൻ പറയുന്നുണ്ട്.
സ്നേഹിക്കാൻ ശ്രമിക്കൂ, പിൻപറ്റാൻ പറ്റത്തില്ല. ശ്രമിക്കുക പിൻപറ്റാൻ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആ സഹാബി പോയിട്ട് പറഞ്ഞു, ഞാൻ വീട്ടിലൊന്ന് പോയി ചോദിച്ചിട്ട് വരാം. വേറെ ഒരാൾ ഒരു അഭിപ്രായ പ്രകാരം ഇദ്ദേഹം അങ്ങോട്ട് കാണാൻ പോയി എന്നും പറയപ്പെടുന്നുണ്ട്. ഈ സഹാബി അങ്ങോട്ട് കാണാൻ പോയി, വിരൂപനായി സഹാബി അങ്ങോട്ട് കാണാൻ പോയി എന്നും പറയപ്പെടുന്നുണ്ട്. രണ്ടാണെങ്കിലും ശരി. ഉമ്മ പറഞ്ഞു പറ്റില്ല, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോഴും പറഞ്ഞു പറ്റൂല. സുന്ദരിയും സുമുഖിയുമായ അത്യാവശ്യം ധനാഢ്യയായ നമ്മുടെ പെൺകുട്ടിയെ ഒരു നോട്ടത്തിൽ പോലും ഭയന്നു പോകുന്ന അയാൾക്ക് വിവാഹം ചെയ്തു കൊടുക്കാൻ പറ്റില്ല. ഉപ്പയും ആ തീരുമാനത്തിലെത്തി. രണ്ടും കേട്ട പെൺകുട്ടി, ഒരുപാട് സഹോദരിമാർ ഇത് കേൾക്കുന്നുണ്ട്, ഹുബ്ബുർ റസൂൽ കണ്ട മദീന മുനവ്വറയിലെ പ്രണയത്തിന്റെ മനോഹരമായ ഒരു രംഗം കൂടി ആവിഷ്കരിച്ചുകൊണ്ട് നമ്മൾ പിരിയാൻ പോവുകയാണ്. ആ കുട്ടി വന്നുകൊണ്ട് പറയുകയാണ്, വാപ്പാ ആരാണയാൾ? ഇന്ന സഹാബിയാണ്. ഓ, ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തെ. എന്തേ റസൂലുള്ള പറഞ്ഞത്? അയാളെ നിനക്ക് വേണ്ടി പുതിയ ആപ്പിളയാക്കണമെന്നാണ് ഹബീബിന്റെ വർത്തമാനം. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. ആ പെൺകുട്ടി പറയണം അൽഹംദുലില്ലാ. ഉമ്മ ചോദിച്ചു, എന്തുട്ട് അൽഹംദുലില്ലാ? എന്റെ ഹബീബല്ലേ എനിക്ക് വേണ്ടി ഭർത്താവിനെ നിശ്ചയിച്ചു തന്നത്, എന്റെ ഹബീബിന്റെ തെരഞ്ഞെടുപ്പല്ലേ അത്. മാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിന ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറാ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം. പരിശുദ്ധ ഖുർആൻ. അല്ലാഹുവും റസൂലും ഒരു തീരുമാനം തീരുമാനിച്ചാൽ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും ആ തീരുമാനത്തെ അംഗീകരിക്കണമെന്നല്ലേ വാപ്പാ ഖുർആൻ പറഞ്ഞത്. അതുകൊണ്ട് അയാളെ എനിക്ക് വേണം. ആ വാക്കിന് മുന്നിൽ ഉപ്പയും ഉമ്മയും സമ്മതിച്ചു എന്നാണ്. ആ സഹാബി പിന്നെ വസ്ത്രം വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ട് മദീന അങ്ങാടിയിലൂടെ. നാളത്തെ കല്യാണമാ എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ പലരും അദ്ദേഹത്തിന് ഗിഫ്റ്റ് കൊടുത്തു, വസ്ത്രം വാങ്ങിക്കൊടുത്തു. ദരിദ്രനായ സഹാബി ഉടയാടകൾ വാങ്ങിക്കൊടുത്തു, എല്ലാം വാങ്ങിക്കൊടുത്തു. പക്ഷെ ആ സഹോദരൻ പിന്നീട് യുദ്ധത്തിൽ വഫാത്താകുന്നുണ്ട്. വളരെ അടുത്ത ദിവസങ്ങൾക്കുള്ളിൽ യുദ്ധത്തിൽ വഫാത്താകും, ഷഹീദായി പോകുന്നുണ്ട്. ആ ഖബർ ഷരീഫിൽ അദ്ദേഹത്തെ മറവ് ചെയ്യുമ്പോൾ തിരുമേനി ഇങ്ങനെ ആ ഖബർ ഷരീഫിൽ ഇരുന്നു, ഇടക്ക് കരഞ്ഞുപോയി. പിന്നെ ഖബറിൽ നിന്ന് മാറി നിന്നു. സാഹബത്ത് ചോദിച്ചു, എന്താണ് നബിയെ? അപ്പൊ പറഞ്ഞു, ഹൗറുല്ലീങ്ങൾ അദ്ദേഹത്തെ പിടിച്ചു വലിക്കുന്നു സ്വർഗത്തിലേക്ക്. അത് കണ്ടപ്പോഴാണ് ഞാൻ മാറിപ്പോയത് എന്ന്. മഷാ അല്ലാ, മഷാ അല്ലാ. ഹബീബിങ്ങളെ, അപ്പോൾ പോയിന്റ് ആ സഹാബിക്ക് പെണ്ണ് കിട്ടിയതോ മറ്റേ സഹാബിയായ പിതാവ് റസൂലുള്ളാഹിന്റെ വാക്ക് ഒരു നിമിഷ നേരത്തിന് മാറ്റിവെച്ചതോ അതൊന്നുമല്ല എൻ്റെ ഫോക്കസ്. ആ പെൺകുട്ടി വിരൂപനായ മനുഷ്യനെ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്ന വികാര വിക്ഷോഭം എന്താണ്? ഹുബ്ബുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ എന്തൊക്കെ ചിന്തകൾക്കാണ്, എന്തൊക്കെ പ്രണയത്തിന്റെ രാഗസുധകളുടെ ഗാന ഈണമാണ് മദീനയിൽ പാടിയിട്ടുള്ളത്. പടച്ചവനെ, ഈ ത്രസിച്ച മദീനയിൽ ഞങ്ങൾക്ക് പോകാൻ തൗഫീഖ് നൽകണേ റബ്ബേ. പച്ച കുബ്ബയ്ക്ക് താഴെ നിന്നിട്ട് നിലാവുള്ള രാവുകളിൽ ഹബീബിന്റെ കുബ്ബയെ ഇങ്ങനെ നോക്കി നിൽക്കാൻ, റൗള ഷരീഫിന്റെ സമീപത്ത് ചെന്ന് മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു ഒരു ദിവസം പറഞ്ഞിട്ടുണ്ട്, മോനെ സഹോദരൻ, ഇങ്ങനെ നോക്കി നിൽക്കാൻ തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഇന്നലെ ഒരുപാട് ഇമോഷണൽ ആയതുകൊണ്ട് എന്നോട് ചിലരൊക്കെ വന്ന് പറഞ്ഞു, കമന്റിൽ നിങ്ങൾ ഉണ്ടാവും, കരയല്ലേ ഉസ്താദെ, കരയിപ്പിക്കല്ലേ എന്ന്. അപ്പോൾ ഞാൻ കരയിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, അങ്ങനെ അങ്ങനെ ആയിപ്പോയതാണ്. അതുകൊണ്ട് ഇന്ന് വളരെ കൺട്രോൾ ചെയ്ത് അത്തരം വിഷയങ്ങളൊക്കെ മാറ്റിവെച്ച് മദീനയുടെ മഹത്വത്തിലേക്കും നമ്മെ ത്രസിപ്പിക്കുന്ന ചില ജീവിതാനുഭവങ്ങളിലേക്കുമാണ് കഴിഞ്ഞ 1.5 മണിക്കൂറായി കൊണ്ടുപോയത്. സമയം വളരെ പോയി. ഇനി ഇരിക്കാൻ പറ്റും, എനിക്കിങ്ങനെ പറഞ്ഞാൽ മതി വരില്ല. നാളെ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ കുറേ സുഹൃത്തുക്കളോടെ നിങ്ങൾ ക്ഷണിക്കണം. വഫാത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറയുന്നത്. സാധാരണ നിങ്ങൾ ഒട്ടേറെ വഫാത്തു നബി കേട്ടിട്ടുണ്ടാവും. നമ്മൾ അങ്ങനെ ഒരു രീതിയിലല്ലല്ലോ പറയാറുള്ളത്. നമ്മളതിൻ്റെ ചില നിമ്നോന്നതകളിലൂടെ ഹൃദയത്തെ ത്രസിപ്പിച്ചാണ് കടന്നു പോകുന്നത്. എപ്പോഴെങ്കിലും നമ്മുടെ കൺട്രോളൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ അപ്പോൾ ലൈവ് കട്ടാക്കി അവസാനിപ്പിക്കുകയും ചെയ്യാം. ഇതിൻ്റെയൊക്കെ ഫലമായി നമ്മൾ ഏതെങ്കിലും സ്വന്തം വിചാരപ്പെടൽ കൊണ്ടോ എന്തെങ്കിലും ആളുകൾ കരുതണമെന്നോ കരുതി എന്തെങ്കിലും വാക്കുകൾ എൻ്റെ ഈ സംസാരത്തിൽ ഈ 24 ദിവസത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ
അള്ളാഹുവേ നിനക്കെൻ്റെ മനസ്സറിയാം, നീ പുറത്തു തരണേ തമ്പുരാനെ. പടച്ചവനെ, ധാരാളം ആളുകൾ പ്രയാസത്തിലാണ്. COVID-19 ലോകത്തുനിന്ന്, ആ മഹാമാരിയിൽ നിന്ന് ഞങ്ങളെ സകല മനുഷ്യരെയും നീ രക്ഷപ്പെടുത്തണമേ തമ്പുരാനെ. അഫ്സൽ റുബാനി 4:20 തുടങ്ങാറ്. അത് ഞാൻ സമയം ചോദിച്ചിട്ടുണ്ട്. അള്ളാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്ത് കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹുവേ മരിച്ചു പോയവർക്ക് നീ സ്വർഗ്ഗം കൊടുക്കണേ അള്ളാഹുവേ. അള്ളാഹുവേ ഞങ്ങളെ എങ്ങനെയൊക്കെ പറയാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഞങ്ങളുടെ ഉസ്താദുമാരാണ്. ഞങ്ങളുടെ ഉസ്താദുമാർക്ക് നീ ദീർഘായുസ് കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹുവേ ഞങ്ങൾക്കെല്ലാവർക്കും മദീനയിൽ പോകാൻ തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നത്തിൽ കാണാൻ നീ ഞങ്ങൾക്കൊരവസരം തരണേ തമ്പുരാനെ. ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേണ്ട ഇനിയും പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പോവും, അതുകൊണ്ട് പറയുന്നില്ല. ഇമാം ബൂസൂരി ബുർദ ഷരീഫിൽ പറയാണ്, ഫഖന്നബിയിന ഫീ ഖൽഖിൻ വഫീ ഖുലുഖി വലം യദാനുഹു ഫീ വലം യുദാനുഹു ഫീ ഇൽമിൻ വലാ കറമീ. ശരീരഘടനയിലും സ്വഭാവത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റു നബിമാർക്ക് മികച്ചു നിൽക്കുന്നു. ഇതിലെ ഫീ ഖൽഖിൻ എന്ന വാക്ക് നാളെ നമ്മൾ വിശദീകരിക്കും. സൃഷ്ടിപ്പിൽ പ്രവാചകൻ എങ്ങനെയാണ് വ്യതിരിക്തമായത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിന്റെ ഘടനയുടെ മനോഹരമായ വർണ്ണനയിലൂടെയാണ് അവിടുത്തെ വഫാത്തിലൂടെ നമ്മൾ കടക്കുക. അള്ളാഹുവേ ഇന്നത്തെ രാത്രിയിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ എപ്പോഴെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നത്തിൽ കാണാൻ നീ തൗഫീക്ക് നൽകണേ അല്ലാഹ്. ഞങ്ങൾ 24 ദിവസക്കാലം ഇങ്ങനെ മനസ്സുകൊണ്ട് കുറേ കരഞ്ഞു അള്ളാഹുവേ, നിനക്കറിയാം. ആ സഹാബി വര്യമാരെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, ഹംസ റളിയല്ലാഹു അൻഹു, മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു, പിന്നെ ആരാ ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു, സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു. ഇങ്ങനെ കുറേ ആളുകളെ ഞങ്ങൾ മനസ്സുകൊണ്ട് പറഞ്ഞു പോയി. കാണിച്ചു തരണേ തമ്പുരാനെ യാ അല്ലാഹ്. ആമീൻ യാ റഹ്മാൻ റഹീം. ഒരുപാട് ആളുകൾ സന്താന ലബ്ധിക്കൊക്കെ വേണ്ടി ദ്വാരക്കാൻ ഒക്കെ ഒറ്റക്കുള്ള ദ്വാരകൾ ഉൾപ്പെടുത്തും കേട്ടോ. ഒരു സ്ഥലത്തിൽ കൊള്ളും മക്കത്തൂദിച്ച നിലാവേ മദീനത്താണവായ നൂറേ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പുതിയതായി വന്ന ഷെയർ ചെയ്യാത്തവരൊക്കെ ഒന്നുകൂടി ഞാൻ അവസാനമായി പറഞ്ഞു ഷെയർ ചെയ്തോളൂ. പാരിജാതത്തിൻ്റെ പൂവേ പാതിരാവിൻ്റെ നിലാവേ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആലത്തീനാകെയും നേതാ ലോകത്തീനാകെയും താജ സല്ലല്ലാഹു അലാ മുഹമ്മദ്. അബ്ദുള്ള തൻ്റെ കനിയെ ആമീന ബി പെറ്റ മോനെ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കുറേ ആളുകൾ ഈ മോതിരം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. പല ആളുകളും 21ാമത്തെ ദിവസം മുതൽ എന്താണ് മോതിരം ഈ വിരലിൽ ഇട്ടത് എന്ന് ചോദിക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഞാൻ അതിന് മറുപടി പറഞ്ഞിട്ടില്ല. അതിൻ്റെ കർമ്മശാസ്ത്രപരമായ മറുപടിയാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങളുടെ മഹലിലെ ഖത്തീബിനോട് നിങ്ങൾ ചോദിക്കുക, ഏത് വിരലിലാണ് മോതിരമിടേണ്ടത്. അപ്പം ഇന്ന വിരലില്ലാന്ന് പറയും. അതല്ലാത്ത മറ്റൊരു വിരലിട്ടാൽ എന്താണ് അതിൻ്റെ വിധി? അപ്പോൾ ഒരു വിധി പറഞ്ഞു തരും. അപ്പോൾ വേറെന്തെങ്കിലും ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ വേറെ വിരലിൽ മോതിരമിടാൻ എന്നുകൂടി നിങ്ങൾ വിവരമുള്ള ഉസ്താദിനോട് ചോദിക്കും. ഇതൊന്നും സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾ ഇങ്ങനെ പറയേണ്ട കാര്യമല്ല. പിന്നെ നിങ്ങൾ എപ്പോഴെങ്കിലും ഷെയ്ഖുന ആലിക്കുട്ടി ഉസ്താദിനെ, ഷെയ്ഖുൽ ജാമിഅ ആലിക്കുട്ടി ഉസ്താദിനെ കാണുമ്പോൾ ഉസ്താദിനോടും കൂടി ചോദിച്ചു നോക്കൂ, ഉസ്താദിൻ്റെ ഏത് വിരലിലാണ് മോതിരം കിടക്കുന്നത് എന്നുകൂടി ഒന്ന് ചോദിക്കുന്നത് നല്ലതാണ്. നമ്മൾക്കറിയാത്ത കാര്യത്തെക്കുറിച്ച്
വിമർശിച്ചിട്ടില്ല ആരും, പക്ഷേ ഞാൻ അറിയാൻ വേണ്ടിയിട്ട് അവൻ ചോദിച്ചിട്ടുണ്ടാക്കും. അപ്പോൾ തൽക്കാലം ഞാനത് പറയുന്നില്ല. ഞാനിതിവിടെ പറയുമ്പോൾ ആയിരക്കണക്കിന് 10,000 കേൾക്കും. അതൊരു ഫത്വയായിട്ട് എടുക്കും. നിങ്ങൾ മോതിരം ധരിക്കേണ്ടത് വലത്തെ കൈയിൻ്റെ ചെറുവിരലിലാണ്. ഓക്കെ, അത് ഞാൻ മറുപടി പറയുന്നു. പിന്നെ ഞാനിവിടെ ധരിച്ചു എന്നതാണെങ്കിൽ അതിനിപ്പോൾ തൽക്കാലം മറുപടി പറയുന്നില്ല. താങ്ക് യു. അപ്പോൾ അവസാനിപ്പിക്കാൻ 1 മിനിറ്റ് നമ്മൾ എല്ലാ ദിവസത്തെ പോലെ വെയിറ്റ് ചെയ്യാണ്. താങ്ക് യു ഓൾ. ബഷീർ ഫൈസി ദേശമംഗലം. എത്താൻ കുറച്ച് വൈകി അബൂബക്കർ. ഞങ്ങൾ അവസാനിപ്പിക്കാനും കുറച്ച് വൈകി. റഹ്മാമ നല്ല മറുപടി മോതിരം. അല്ലാതെ മറുപടിയായി പറഞ്ഞല്ല, അവരറിയാൻ വേണ്ടി ചോദിച്ചതാവും. ഉസ്താദ്മാരോട് ചോദിക്കുന്നതല്ല. റൈറ്റ്. നാളെ റമദാനിൽ അവസാനത്തെ വെള്ളിയാഴ്ചയാണ് ദുആ ചെയ്യുക ഇൻഷാ അല്ലാഹ്. അവതരണം ഉഷാർ. ജസാക്കല്ലാ. താങ്ക് യു. നിങ്ങൾ കമൻറ്റ് ചെയ്യണത്, കൂടുതൽ കമൻറ്റ് ചെയ്യണവരൊന്ന് സ്പീഡിൽ 2 തവണ വിടും. എനിക്കിത് പെട്ടെന്ന് സ്ക്രോൾ ചെയ്ത് പോകുന്ന കാരണം കൊണ്ട് കാണാൻ പറ്റുന്നില്ല. ഇങ്ങനത്തെ മോതിരം എവിടെ കിട്ടുന്നു? ഇൻഷാ അല്ലാഹ് അൽ മദീനത്തുൽ മുനവ്വറയിൽ കിട്ടും ഇങ്ങനത്തെ മോതിരം. ഇതങ്ങനെ വില പിടിച്ച മോതിരമൊന്നുമല്ല, സാധാരണ. പക്ഷെ അത് നല്ല റിഫ്ലക്ഷൻ ഉണ്ട് അല്ലേ. അജ്മീർ ഷെരീഫിലും കിട്ടും. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞാൽ ഇപ്പം മെസ്സഞ്ച് നിറയും. അതുകൊണ്ട് എനിക്ക് വയ്യ. അസ്സലാമു അലൈക്കും. ഞങ്ങൾ സലാലയിൽ നിന്നാണ്. മാഷാ അല്ലാഹ്. സലാലയിൽ സുഖമാണോ, സന്തോഷമാണോ? ഞാൻ സലാലയിൽ വന്നിട്ടുണ്ട്. ഉവൈസുൽ കർണി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കവറിൽ വന്നിട്ടുണ്ട്. മുഹമ്മദ് ഷാബി തൂക്കു ജാമൻ ഗുജ പാടും. എല്ലാ ദിവസവും പാടുന്നുണ്ടല്ലോ. ദർവേഷ് അനസ് കരീം വൈകി വന്നു. കുഴപ്പമില്ല, ഉസ്താദിനെ അറിയാം. അത് പോയി. അഭിലാഷ് ഖാദർ ഇഷ്ടം മദീന. 1 മിനിറ്റ് കൂടി ഉണ്ടാവുള്ളൂ. പോണ്ടവർക്ക് പോവാന്ന് പറഞ്ഞാൽ ആരും പോകുന്നില്ല, അവിടെ നിൽക്കുകയാണ്. മോതിരക്കല്ലിൻ്റെ പേരാണ് ചോദിക്കുന്നത് എല്ലാവരും. ഉസ്താദിൻ്റെ പ്രഭാഷണം ഇഷ്ടമാണ്. സ്നേഹം എല്ലാവരോടും താങ്ക്. പോകുമ്പോൾ അറിയിച്ചാൽ മതി. എങ്ങനെ അറിയിക്കാനാണ്? നമ്മളൊരു പരിചയമില്ലല്ലോ. ബഹ്റൈനിൽ നിന്ന് അഷ്റഫ്. സുഖമായിരിക്കട്ടെ. ഒന്ന് കൂടണം പെരുന്നാൾക്ക് ശേഷം. എവിടെ വെച്ച് കൂടും? അഫ്സൽ യമാനി. ഉസ്താദ് നാളത്തോടെ നിർത്തരുത്. അല്ല, നിർത്തരുത് എന്നുള്ളത് ഞാനിങ്ങനെ നിങ്ങളങ്ങനെ പറയട്ടെ എന്ന് കരുതി പറഞ്ഞതല്ല. പിന്നെ പെരുന്നാളാണ്. പിന്നെ എൻ്റെ നാട്ടിൽ ലൈവ് നെറ്റ് പ്രോബ്ലം വളരെ ബുദ്ധിമുട്ടാണ്, നിങ്ങൾ കണ്ടല്ലോ. ഹംസ ഖാസിം ഉസ്താദ് ഇപ്പോൾ നാട്ടിലുണ്ട്. ഇനി ആലപ്പുഴയിലാണ് നെക്സ്റ്റ് ജോലി ചെയ്യാന്ന് പറഞ്ഞു. സുഹൈൽ പാടൂരിന് മറുപടിയാക്കും. അപ്പോൾ നിർത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും റമദാൻ കഴിഞ്ഞാൽ അങ്ങനെ ഒരു മൂഡ് പോവില്ലേ നിങ്ങളുടെ? പിന്നെ അത് ശ്രദ്ധയില്ലാത്ത സമയത്ത് അൽ മദീനത്തുൽ മുനവ്വറയെ കുറിച്ച് പറഞ്ഞാൽ അത് വീടാണ്. ഇപ്പോൾ നിങ്ങളെല്ലാവരും ഏകാഗ്രമായി വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് കേൾക്കുന്നു. പെരുന്നാൾ കഴിഞ്ഞാൽ റമദാൻ്റെ ഒരു മൂഡ് പോകും. പിന്നെ എനിക്കങ്ങനെ ലൈവിൽ വന്ന് അങ്ങനെ സംസാരിക്കാറില്ല. നിങ്ങളുടെ ഫേസ്ബുക്ക് മൊത്തം നോക്കിക്കോളൂ. അപൂർവമായി ചില വിഷയങ്ങൾ ഇടപെടാറുള്ളൂ. മറ്റത് പോസ്റ്റാണ് ഇടാറുള്ളത്. ഇതിലങ്ങ് ലയിച്ചു പോയി. ബുർദ 2 വരി പാടും ഉസ്താദെ. ബുർദ പാടാൻ പറഞ്ഞിട്ട് പാടാതിരുന്ന അഞ്ഞപ്പോൾ അത് അപകടമായിരിക്കും. അതിനൊക്കെ മടി കാണിക്കാൻ പറ്റത്തില്ലല്ലോ. وكيف تدعو إلى الدنيا ضرورته رضرت من لولاه لم تخرج الدنيا من النعم من العدم. ഇരുട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഏതൊരാളുടെ ഉന്മയില്ലായിരുന്നുവെങ്കിൽ പ്രപഞ്ചത്തിന്റെ ശൂന്യതയിൽ നിന്ന് ഉന്മയിൽ കൊണ്ടുവരപ്പെടില്ലായിരുന്നോ? ആ ഒരാളുടെ ജീവിത പ്രാരാബ്ദങ്ങൾ സ്വന്തത്തെ പ്രപഞ്ചത്തിലേക്ക് വശീകരിക്കാൻ എങ്ങനെയുണ്ടാവാനാണ് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നമുക്ക് പിരിയാൻ ഏതാണ്ട് സമയമായിട്ടുണ്ട്. ദുആയിൽ ഉൾപ്പെടുത്താൻ ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും നമുക്ക് വേണ്ടി ദുആ ചെയ്യാൻ. നാളെ കുറച്ചധികം സമയം വേണം. കുറച്ച് നേരത്തെ തുടങ്ങേണ്ടി വരും. അപ്പം നേരത്തെ കൂടും. മുജീബ് റഹ്മാൻ ഇനി കാണുമ്പോൾ എനിക്ക് തന്നാൽ മതി. മോതിരമോ? ആരും പോയില്ല. നേരത്തെയുള്ള അതേ ആളുകൾ ഇപ്പോഴും ലൈനിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിർത്താത്തത്. അപ്പോൾ ഏതായാലും നിർത്താം. ലൈറ്റ് കുറഞ്ഞിട്ടുണ്ട്. 6 മണിയായി. നമ്മുടെ ഉമ്മമാർക്ക് ഒക്കെ നമ്മുടെ നോമ്പ് തുറക്കാം. ബഷീർ സക്കാഫി തിരൂർ. ഉസ്താദ് അസ്സലാമു അലൈക്കും. സക്കാഫിമാരും ഷാഹിദിമാരും വൈലിമാരും ദാരിമാരും എല്ലാവരും നമ്മുടെ സുഹൃത്തു വലയത്തിലുണ്ട്. എല്ലാ ദിവസവും വേണമെന്ന് പറയുന്നില്ല, കുറച്ച് ദിവസം കൂടി. ഇനി അത് കമൻറ്റ് ചെയ്യാതിരിക്കും കേട്ടോ. അപ്പോൾ ഓക്കെ അല്ലേ? തൂക്കുജാ മൻ കുജാ
എന്താണ് നമുക്ക് മദീനത്ത് പോയിട്ട് അങ്ങനെ പാടണം. ഞാനൊരിക്കൽ മദീനത്ത് ഇങ്ങനെ അവിടെ പോകുമ്പോൾ ഇരിക്കുമ്പോൾ റൗള ഷരീഫിൽ അധിക സമയമൊന്നും ഇരിക്കാറില്ല. ചില റൗളയിൽ ഇരിക്കുകയാണ് കൂടുതൽ പ്രതിഫലം, പക്ഷെ നമ്മളവിടെ ഇരിക്കാറില്ല. നിങ്ങളവിടെ ഇരിക്കേണ്ടെന്നല്ല ഞാൻ പറഞ്ഞ്, ഓരോരുത്തർക്കും ഓരോ വീക്ഷണങ്ങളാണ്. ഒരു യാത്രയിൽ ഒരു തവണ റൗള ഷരീഫിൽ 2 തവണയേ പോകുള്ളൂ. ഒന്ന് ചെന്നന്ന്, ഒന്ന് പോരുന്നെന്ന്, പിന്നെ കയറാറില്ല. അപ്പോൾ രാത്രിയിൽ എല്ലാവരും ഇങ്ങനെ യാത്രാ സംഘമൊക്കെ ഉറങ്ങുമ്പോൾ, മദീന ഉറങ്ങില്ല, നമ്മുടെ കൂടെയുള്ള യാത്രാ സംഘം ഉറങ്ങുമ്പോൾ ആ മുറ്റത്തൊരു ഭാഗത്ത് ഇങ്ങനെ പോയിരിക്കും. പകലൊക്കെ അവിടെ ഇരിക്കാൻ പറ്റത്തില്ല. കാരണം അങ്ങനെ ഇരുന്നാൽ ഏതെങ്കിലും മറ്റൊരു യാത്രാ സംഘത്തിൽ പരിചയക്കാരുണ്ടാവും. സംഘടനാ രംഗത്തുള്ളത് കൊണ്ട് ഒരു പരിചയക്കാരുണ്ടാവുമല്ലോ. അസ്സലാമു അലൈക്കും ഉസ്താദേ, എന്താ വിശേഷം എന്നാ വന്ന് ദുആ ചെയ്യാൻ കേട്ടോ. അങ്ങനെയൊക്കെ പോകുമ്പോൾ നമ്മുടെ കോൺസെൻട്രേഷൻ പോകും. അത് തെറ്റിയിട്ടില്ല. പക്ഷെ രാത്രി ആ റൗള ഷരീഫിന്റെ മുറ്റം നിങ്ങൾ കണ്ടോന്നറിയില്ല, ഇപ്പം ഞാൻ ചിത്രത്തിൽ കാണിച്ചെന്നില്ലേ, കുറേ അകലെ പോയിരിക്കും മതിലിനോട് ചേർന്ന്. അങ്ങനെ ഞാൻ ഈ പാട്ടിങ്ങനെ പാടി, തൂക്കൂജാ മൻ കൂജാ, അതെന്നെ പാടി. തു അമീരേ ഹാറം മേ ഫഖീറേ ആജം, അതെന്നെ പാടി. അല്ല സലാത്ത് ചെല്ലിയില്ല, ദ്വാരുന്നില്ല, ദിക്ർ ചെല്ലിയില്ല, വേറൊന്നുമില്ല. ഇതെങ്ങനെ പാടി, എത്ര സമയം പാടി എന്നറിയില്ല, എത്ര പാതിരാത്രിയാണ് പിന്നിട്ടു എന്നറിയില്ല. കണ്ണ് ഞെമ്മി പാടി എന്തോ ഒരവസ്ഥയിൽ കണ്ണു തുറന്ന് നോക്കുമ്പോൾ പുണ്യ റൗള ഷരീഫിന്റെ ഹരിത മിനാരം മുമ്പിൽ എന്റെയും റൗള ഷരീഫിന്റെയും മുന്നിൽ ഒരത്ഭുതം അവിടെ കണ്ണിന്റെ മുന്നിൽ അള്ളാഹു സാക്ഷി സംഭവിക്കുകയായിരുന്നു. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയൊന്നും അല്ല, നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. അതാണ് അൽ മദീനത്തുൽ മുനവ്വറ. ഹൃദയം ത്രസിച്ചാൽ വിളി കേൾക്കും മദീന മുനവ്വറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.